പഴയ കാലത്തെ ആളുകളൊരു ചന്ദനം തൊട്ടതോ, ഒന്നാമത് എല്ലാവരും തൊട്ടിരുന്നില്ല. ഏതെങ്കിലും തൊട്ടത് ആറ്റമിക് റിയാക്ടറുടെ അകത്ത് ചന്ദനം പൊതിയുന്നു എന്ന് കണ്ടെത്തിയിട്ടൊന്നും തൊട്ടതല്ല. മനസ്സിലായില്ല. ബുദ്ധിജീവിയായ ഹിന്ദുവിന് അവൻ്റെ അച്ഛനും അമ്മയും തൊട്ട ചന്ദനത്തെ ആധുനിക ശാസ്ത്രത്തിന്റെ വെളിച്ചത്തിൽ വ്യാഖ്യാനിച്ചില്ലെങ്കിൽ അതെന്റെ ആചാരമാണെന്ന് പറയാനുള്ള ആർജവം നഷ്ടപ്പെട്ടതുകൊണ്ട്, അതെന്റെ മനസ്സിന്റെ ഉല്ലാസമാണ്, എന്റെ ആചാരമാണ്, ഞാൻ തൊടും, നീ തൊടണ്ടേ എന്ന് പറയാനുള്ള ഒരു ആർജവമില്ലാത്തതുകൊണ്ട് അതിനൊക്കെ വ്യാഖ്യാനം പറയാനുള്ള പ്രതിബദ്ധതയും ഏറ്റെടുത്ത് കുറെ സ്വാമിമാരോ കുറെ സിദ്ധന്മാരോ കുറെ ആധുനിക ശാസ്ത്രജ്ഞന്മാരോ രംഗത്ത് വന്നല്ല സനാതനധർമ്മം നിലനിൽക്കുന്നത്. മാത്രമല്ല, ഇത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ആരും തൊടാൻ വഴിയില്ല. ഇതൊരാചാരം എന്നതിനപ്പുറം ഒരു ശാസ്ത്രവും നിലനിൽക്കില്ല. അന്നൊരാചാരമായിരുന്നു ഒരു കുട്ടിയുമായ ഒരു അമ്മ കുളിക്കാൻ പോയാൽ കുട്ടി വെള്ളത്തിലിറങ്ങുന്നതിന് മുമ്പ് കുട്ടിയെ കരക്കിരുത്തി മൂത്രം ഒഴിപ്പിക്കും. മോനെ, വെള്ളത്തിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് കരയ്ക്ക് മൂത്രം ഒഴിച്ചിട്ടിറങ്ങും, നീ വെള്ളത്തിലിറങ്ങിയെന്ന് മൂത്രം ഒഴിക്കരുത്, അത് ശീലമാക്കരുത്. മണിമലയാറ്റിലൂടെയും മീനച്ചിലാറ്റിലൂടെയും തൊടുപുഴയാറിലൂടെയും പമ്പയിലൂടെയും ഭാരതപ്പുഴയിലൂടെയും കാരങ്കോട്ട് പുഴയിലൂടെയും ഒക്കെ വെള്ളം ധാരാളമായി ഒഴുകുമ്പോൾ ഒരു കുഞ്ഞു മൂത്രം ഒഴിച്ചാൽ പോലും അത് മലീമസമാകുമെന്ന് സങ്കല്പിച്ച ഒരമ്മ ആചാരം കൊണ്ട് സങ്കല്പിച്ചതും അനുഷ്ഠാനം കൊണ്ട് നിലനിർത്തിയതുമാണ്. മനസ്സിലായില്ല. അതേസമയം MA-യും PhD-യും MBBS-ഉം എഞ്ചിനീയറിംഗും കഴിഞ്ഞ് നിങ്ങൾ ഒരു വ്യവസായശാല തുടങ്ങിയാൽ പോലും അതിന്റെ മാലിന്യം മുഴുവനും, നിങ്ങളുടെ കക്കൂസുകളുടെ മാലിന്യം മുഴുവനും അതിലേക്ക് വെക്കാൻ മടികൂടാതിരിക്കുന്നത് ശാസ്ത്രം പഠിച്ചതിന്റെ ബാക്കി പത്രവുമാണ്. എന്റെ കുഞ്ഞൊന്നും ഉള്ളിയാൻ ദോഷമാകുന്ന ഒരു നദി എന്ന് വിദ്യാഭ്യാസമില്ലാത്തൊരു തള്ള പോലും ചിന്തിക്കുന്നിടത്ത് ആചാരവും അനുഷ്ഠാനവും എന്തിനായിരുന്നു എന്ന് പറയാൻ ഒരുപാട് ശാസ്ത്രപുസ്തകമൊന്നും പരതണ്ട. ശാസ്ത്രം പഠിച്ചാലോട്ട് അത് ചെയ്യുകയില്ല. അതുകൊണ്ട് ജ്യോതിഷം മുതലായവയൊക്കെ പിന്നീട് മാനേജ്മെന്റ് ടെക്നിക്കിൽ ക്ഷേത്രത്തിലേക്കൊക്കെ കയറി വന്നതാണ്. ഏത് കമ്മിറ്റി ഇരിക്കുമ്പോഴും തങ്ങളുടെ താല്പര്യം സംരക്ഷിക്കുവാൻ, ജനങ്ങളെ ആ വഴിക്ക് കൊണ്ടുപോകാൻ എളുപ്പവഴി 2 ജ്യോതിഷികൾ വിചാരിച്ചാൽ മതി. നമുക്കൊരു ദേവപ്രശ്നം വെച്ച് കളയാം, പിന്നെ ആർക്കും എതിർപ്പൊന്നും ഉണ്ടാവില്ല. മാത്രമല്ല, ആളുകൾ മൂക്കത്ത് വിരൽ വെക്കും. ശാന്തിക്കാരന്റെ തുണി കത്തിയെന്ന് കൃത്യമായി കവടിയിൽ കണ്ടിരിക്കുന്നു. അയാൾ വന്നാൽ പെശക അയാൾ കാണും. എന്താണ് ഇയാളുടെ പാരമ്പര്യം? എവിടുന്നാണ് അയാൾ ജ്യോതിഷം പഠിച്ചത്? എത്ര പാരമ്പര്യത്തിന്റെ പ്രസക്തിയുണ്ട് എന്നൊന്നും ചോദിക്കാതെ അടുത്ത കാലത്ത് കേരളത്തിൽ മുഴുവൻ ഇത്തരം പേരെടുത്ത ഒരാളാണ്. ഒരു സിനിമാ നടിയോട് ബന്ധപ്പെട്ട് ഒരുപാട് ഉപക്ഷേപങ്ങൾക്ക് കാരണമാവുകയും മാനസികമായി തളരുകയും ശാരീരികമായി തളരുകയും ഒക്കെ കഴിഞ്ഞ് പുനരുജ്ജീവിച്ചു വന്നത് എന്നുള്ളത് ചരിത്ര പശ്ചാത്തലത്തിൽ വീണ്ടും അപഗ്രഥിക്കാവുന്നതാണ്. അതുകൊണ്ട് ഇതൊക്കെ പഠിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. ഇതൊക്കെയാണ് സനാതനധർമ്മമെങ്കിൽ അത് നിലനിൽക്കില്ല, അതിന് പ്രസക്തിയില്ല. ഇത് മാറുന്നതാണ്. സനാതനമായ ഒന്നുണ്ട്, അതിനെ അവലംബിച്ചാണ് ഭാരതീയ ചിന്ത വന്നിട്ടുള്ളത്. അത് ശ്രൗതവും സ്മാർത്തവുമാണ്. നിങ്ങൾക്ക് നട്ടലുണ്ട്, നിങ്ങൾക്ക് അടിയിലൊരു മൂലമുണ്ട്, അത് മർമ്മമാണ്. അതിന് മുകളിലൊരു ജലസ്ഥാനമുണ്ട്, അത് മർമ്മമാണ്. നിങ്ങളിലേക്ക് താപനിലയെ വർദ്ധിപ്പിച്ചു തരുവാനുള്ള ഒരഗ്നിസ്ഥാനമുണ്ട്, അതിന് മുകളിലെത്തിയാൽ ഒരു വായവ്യ സ്ഥാനമുണ്ട്, അതിന് മുകളിലൊരു ആകാശമുണ്ട്. പഞ്ചഭൂതങ്ങൾ ഇങ്ങനെ അടുക്കോടെ ഇരിപ്പുണ്ട്. ധാത്വാശ്രിതങ്ങളായ അവയ്ക്ക് വികാസപരിണാമങ്ങളുണ്ട്. അതൊരത്ഭുതവുമില്ലാതെ ഒരു സിദ്ധിയും കൂടാതെ സ്വന്തം പ്രാണനിലൂടെ സഞ്ചരിച്ചാൽ കണ്ടെത്താവുന്നതാണ്. പ്രാണായതനമായ ഈ ശരീരത്തിൽ ബാഹ്യമായ പ്രാണനും ആന്തരികമായ പ്രാണനും തമ്മിലുള്ള ബന്ധത്തിലാണ് ഇത് നിലനിൽക്കുന്നത്. എന്നുവരെ അതിനെ വേണ്ട വിധത്തിൽ കൊണ്ടുപോകുമോ അന്നുവരെ ജീവനുണ്ടാവും.
ഒരു ബാഹ്യമായ ഈശ്വരനെ അനുകൂലിച്ചാലും എതിർത്താലും, പൂജിച്ചാലും പൂജിച്ചില്ലെങ്കിലും പ്രാണൻ കടന്നു പോകുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അത് ഏത് മതത്തിലായാലും അറിയാം. ഒരു മതം ഒരു തരത്തിൽ ഈശ്വരനെ വിശ്വസിക്കുന്നു, അതിന്റെ മഹത്വമൊക്കെ പറയുന്നു എന്നുള്ളതുകൊണ്ട് മറ്റൊരു മതം ഇവന്റെ നന്മയ്ക്ക് വേണ്ടി ഈശ്വരനാൽ നശിപ്പിക്കപ്പെടുന്നില്ല ലോകത്തൊരിടത്തും. അതുകൊണ്ട് തന്നെ മതങ്ങൾ തട്ടിപ്പാണ്. ഒരു മതത്തിൽപ്പെട്ടു എന്നുള്ളതുകൊണ്ട് ആ മതത്തിലുള്ള എല്ലാ പേർക്കും ആയുർദൈർഘ്യം കിട്ടുന്നില്ല. അതുകൊണ്ട് മതം തട്ടിപ്പാണ്. ഒരു മതത്തിൽപ്പെട്ടു എന്നുള്ളതുകൊണ്ട് ആ മതത്തിൽപ്പെട്ടവരെല്ലാം ആരോഗ്യത്തോടെ ഇരിക്കുന്നില്ല. ലോകത്തിലുള്ള എല്ലാ രോഗങ്ങളും എല്ലാ മതത്തിൽപ്പെടുമ്പോഴും മനുഷ്യനുണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് മതത്തിൽപ്പെട്ടതുകൊണ്ട് കുറെ പിരിവ് കൊടുക്കാമെന്നും അതിൽപ്പെട്ട് ഉന്നതനായാൽ കുറെ പിരിവ് വാങ്ങിക്കാമെന്നുമല്ലാതെ ആരോഗ്യരംഗത്ത് പ്രയോജനമില്ലാത്തിടത്തോളം മതങ്ങൾ അസംബന്ധങ്ങളാണ്. മതങ്ങൾ അസംബന്ധങ്ങളാണെങ്കിൽ ഈ വാദങ്ങളെല്ലാം നിങ്ങളുടെ രാഷ്ട്രീയത്തിനും നിങ്ങളുടെ ജാതികൾക്കും ചേരും. അവയുടെ കാര്യം അപ്പം കോലെ കുത്തിവെച്ച് കോലെല്ലി തിന്നു എന്ന് പറഞ്ഞാൽ അപ്പത്തിന്റെ കഥ പറയണ്ട എന്ന പ്രമാണത്തിൽ മനസ്സിലാക്കുക. അല്ലാതെ അതിനകത്ത് നിന്നുകൊണ്ട് പറഞ്ഞത് സത്യമാണല്ലോ എന്ന് ഓർക്കണ്ട. മതബോധനത്തിന്റെ ബാക്കി പത്രമോ പറഞ്ഞ് ഒരു മതത്തിനകത്ത് നിങ്ങൾ പെട്ടാൽ നിങ്ങളുടെ മാനസികാരോഗ്യം പോയി. നിങ്ങൾക്ക് മാനസികാരോഗ്യം തരാൻ അത് ശ്രദ്ധിച്ച് കേട്ടോളുക. നിങ്ങളൊരു മതത്തിലോ ഒരു കക്ഷിയിലോ ഒരു പ്രസ്ഥാനത്തിലോ പെട്ടാൽ നിങ്ങളുടെ വൈയക്തികമായ മാനസികാരോഗ്യം തകർന്നു. ഞാനൊരു ഹിന്ദു മതത്തിന്റെ വക്താവാണ്. എവിടെയോ കിടക്കുന്ന ഒരു സന്തോഷ് മാധവനെ ജയിലിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു. എന്റെ മതത്തോട് ഭരണാധികാരികളെതിരായി പെരുമാറിയിരിക്കുന്നു എന്ന ചിന്ത എന്നിൽ വരുന്ന നിമിഷം മുതൽ ഞാൻ മാനസിക രോഗിയാണ്. അതിൽ ഞാൻ പെട്ടതുകൊണ്ടാണ് ഞാൻ മാനസിക രോഗിയാകുന്നത്. ഒരു പള്ളിയിലച്ഛൻ തമ്മാടിത്തരം കാണിച്ചിരിക്കുന്നു, അയാളെ അറസ്റ്റ് ചെയ്യാൻ പോകുന്നു, എന്റെ ഉറക്കം കെടുന്നു. അയാൾ ഇത് കാണിച്ചിട്ടും അയാൾക്ക് ഉറക്കം കെടാത്തപ്പോൾ എന്റെ ഉറക്കം കെടുന്നു. ഞാൻ അയാളുടെ കൂട്ടത്തിൽ പെട്ടതുകൊണ്ടാണ് എനിക്ക് മാനസികാരോഗ്യം പോകുന്നത്. പത്രമെടുത്ത് വായിച്ചപ്പോൾ എന്റെ ജാതിയിൽപ്പെട്ട ഒരു കുട്ടിയെ തോൽപ്പിച്ചുകൊണ്ട് റിയാലിറ്റി ഷോയിൽ വേറൊരു ജാതിയിൽപ്പെട്ടൊരു പെൺകുട്ടി സമ്മാനവും വാങ്ങിച്ച് 2 കോടി രൂപയുമായി പോയിരിക്കുന്നു. അത് എന്റെ ഉറക്കം കെടുത്തുന്നു. ഞാൻ ആ ജാതിക്കാരനായതുകൊണ്ടാണ്. ആ പെട്ടുപോയവരൊക്കെ രോഗികളാണ്. നിങ്ങളുടെ കാര്യം പോക്കാണ്. അറിവ് എന്ന നിലയിലാണെങ്കിൽ ഏത് മതത്തിൽ നിങ്ങൾ പെട്ടാലും അത് ഉത്തമമാണ്. ധർമ്മത്തിലെ ഏറ്റവും പ്രധാനം ഞാൻ പറഞ്ഞതാണ്. ഏത് മതത്തിൽ നിങ്ങൾ പെട്ടാലും, ഏത് ജാതിയിൽപ്പെട്ടാലും, ഏത് രാഷ്ട്രീയത്തിൽപ്പെട്ടാലും നിങ്ങൾ ശ്വസിക്കുകയും വിശ്വസിക്കുകയും ചെയ്യാതെ ജീവിക്കില്ല. ശ്വാസം നിശ്വസനം എന്ന പ്രക്രിയ അത് കടന്നു പോകുമ്പോൾ നിങ്ങൾ അകത്തേക്ക് വലിച്ച വായു നിങ്ങളുടെ ശ്വാസകോശത്തിൽ വെച്ച് 2ആയി പിരിയും. ശ്വാസകോശം അവിടെ വെച്ച് 1000 പേരുടെ ശബ്ദങ്ങളുള്ള 1000 പേരുടെ ശബ്ദത്തിന്റെ തന്മാത്രകളെ ഉൾക്കൊള്ളുന്ന, 1000 എന്ന് പറഞ്ഞാൽ കൃത്യ എണ്ണ അല്ല, ലക്ഷോപലക്ഷം, അത്രയും പേരുടെ സ്പർശത്തിന്റെ സുഖം അനുഭവിച്ചു കഴിഞ്ഞ, അത്രയും പേരുടെ രൂപവും രസവും ഗന്ധവും ഉൾക്കൊണ്ട പഞ്ചീകൃതമായ ഒരു ബഹിചര പ്രാണനാണ് നിങ്ങൾ നാസികയിലൂടെ വലിച്ചകത്ത് കയറ്റിയത്. സ്വാമി ഉച്ഛ്വസിച്ചതിന്റെ അംശം കലർന്ന, സ്വാമിജിയുടെ വാക്ക് പറന്നുപോയ, സ്വാമിജി നടന്നുപോയപ്പോൾ ദേഹത്ത് മുട്ടിയ, സ്വാമിജിയുടെ ശരീരത്തിന്റെ ഗന്ധത്തെ വഹിച്ചുകൊണ്ടുവരുന്ന ശബ്ദസ്പർശ രൂപരസ ഗന്ധാദികളോടുകൂടിയ ശ്വാസമായി ഇവിടെ നിന്ന് ഞാൻ അകത്തേക്ക് വലിച്ചത്. മനസ്സിലായില്ല? ഇതിനകത്തെ എത്ര പേർ നിശ്വസിച്ചു? ഇതിനകത്തെ എത്ര പേർ അധോവായുവിനെ വിട്ടു? മനസ്സിലായില്ല? അതൊക്കെ ഉണ്ടാവും ഞാനും നിങ്ങളും ശ്വസിച്ചതിനകത്ത്. അതിന്റെ സ്ഥൂലമായ ഭാവങ്ങളെ വേർതിരിച്ച് പുറത്താക്കി അതിന്റെ അകത്തുനിന്ന് പ്രാണവായുവിനെ മാത്രം എടുക്കുമ്പോഴും ശബ്ദസ്പർശ രൂപരസഗന്ധാദികളുടെ അന്തരിന്ദ്രിയ ദൃഷ്ടികൾ ഉൾക്കൊള്ളുന്ന അതിന്റെ അണുക്കളെ വിഘടിപ്പിച്ച് മാറ്റാനാവില്ല ശരീരത്തിന്. മനസ്സിലായില്ല? അതോടുകൂടി ശ്വസിച്ച് അമൃതായ പ്രാണവായുവിനെ എന്റെ അംഗപ്രത്യംഗങ്ങളിലൂടെ പ്രാണവഹകളായ സ്രോതസ്സുകൾ വഴി എവിടെയെല്ലാം കൊണ്ടുപോകുന്നോ, എവിടെ എത്താതിരിക്കുന്നുവോ ആ അവയവങ്ങൾ
ഘടനാപരമായി വികലമാവുകയോ നശിക്കുകയോ മരിക്കുകയോ ചെയ്യും. മനസ്സിലായില്ല? ഇതെല്ലാ ജീവിയെ സംബന്ധിച്ചും സത്യമാണ്. ഇത് സനാതനമാണ്. സനാതനമായൊരു ധർമ്മമുണ്ട്. ഇതറിയാതെ ഞാനും അതിനകത്ത് പെട്ടതാണെന്ന് പറഞ്ഞ് ആരെങ്കിലും നടന്നെങ്കിൽ അവൻ മറ്റവനേക്കാൾ ഒട്ടും മെച്ചമല്ല. അവന്റെ സംഘടന മോശമാണെന്നും ഇതൊന്നും അറിയാതെ ഞാനിതിൽ പെട്ടതാണെന്ന് പറയുന്ന ഇവന്റെ സംഘടന മെച്ചമാണെന്നും പറയുന്നത് ചേർത്തലക്കാരുടെ മാതിരിയാണ്. രണ്ടു കാലിലും മന്തുള്ളവൻ രണ്ടും കുഴിച്ചിട്ടിട്ട് ഒറ്റക്കാലെ പോകുന്നവനെ മന്താന്ന് വിളിക്കുന്ന പോലെയാവും. വളരെ അപകടകരമായ കൽട്ടാണ് മറ്റതിനേക്കാളും ഒട്ടും മെച്ചമല്ല. പ്രാണവഹ സ്രോതസ്സുകളിലൂടെ പ്രാണൻ പോകുന്ന വഴികൾ മുഴുവൻ, അതിൽ അധിഷ്ഠാനമായിരിക്കുന്ന മൂലാധാരം മുതൽ സഹസ്രാരം വരെയുള്ള ചക്രങ്ങളുടെ അറിവ്, അതിൽ സ്വാംശീകരിച്ച് ആ ചക്രത്തെ ദർശിക്കുവാനുള്ള കഴിവ് ഏത് ദർശനം നിങ്ങൾക്ക് തരുന്നുവോ അത് സനാതനം. ആ ചിന്താഗതിയൊക്കെ ഈ ചക്രത്തെക്കുറിച്ചുള്ള അറിവ് കിട്ടുമ്പോൾ മാറും. ആ അറിവ് വരുമ്പോൾ ഇതാണ് സത്യമെന്നും ഇതിനപ്പുറത്ത് സത്യമില്ലെന്നും ഈ പ്രാണൻ കൊണ്ടാണ് ഞാൻ ജീവിക്കുന്നതെന്നും എനിക്കുള്ള ആഹാരമെല്ലാം ചുറ്റുവട്ടത്തിലുണ്ടെന്നും ആ ആഹാരമാണ് എൻ്റെ ശരീരത്തെ പോഷിപ്പിക്കുന്നതെന്നും തിരിച്ചറിയുകയും അനുഭൂതി സമ്പന്നമാവുകയും ചെയ്യും. ആ അറിവാണ് സനാതനം. അത് സാംശീകരിക്കാതെ കേട്ടാലൊന്നും പോരാ. അതാദ്യം മുഴുവൻ കേൾക്കുമ്പോൾ മനസ്സിലാവും. എല്ലാ വൈകല്യങ്ങളിൽ നിന്നും അത് അറിയുന്നതോടെ ഒഴിവായില്ലെങ്കിൽ അത് അറിഞ്ഞില്ല എന്നർത്ഥം വരും. അതായത് യോഗദൃഷ്ടിയ അഷ്ടചക്രങ്ങളോടുകൂടിയ 8 ചക്രങ്ങളാണ്. ഷഡ്ചക്രങ്ങളെന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. 6 പടിയെന്നും കേട്ടിട്ടുണ്ടാവും. വൈക്കത്ത് തന്നെയാണ് ഇത് വിളിച്ചിരിക്കുന്നത്. അതാണ് പടിയാറും കടന്ന് അവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാവും ശിവശംഭു അല്ലേ, തിരുവൈക്കം വാഴും ശിവശംഭു എന്ന് പാടുമെന്ന് തോന്നുന്നു അല്ലേ. നരനായി ഇങ്ങനെ അപ്പോ അതിലെ 6 പടി: മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, ആജ്ഞ, വിശുദ്ധി, ആജ്ഞ, തന്നെ അതിൻ്റെ മുകളിൽ സഹസ്രാരം, അതിൻ്റെ ഇടയിൽ ലലനാചക്രം. ഇവിടെ അങ്ങനെയാണ് 8 ചക്രം. ലലനയും സഹസ്രാരവും ചക്രമായി എണ്ണാത്തവരാണ് ഷഡ്ചക്രങ്ങളെന്ന് പറയുന്നത്. ആ അഷ്ടചക്രങ്ങളോടുകൂടിയ യോഗം അറിഞ്ഞവന്റെ മേരുവാണ്, സുഷുപ്നയാണ് മേരു എന്നറിയപ്പെടുന്നത്. ആ മേരു പ്രസ്ഥം എന്ന് പറയുന്നത് ഒരു യോഗിയുടെ സുഷുപ്നയാണ് പിണ്ടാണ്ടത്തിൽ. സനാതനമായി പഠിക്കുന്നവർ പഠിക്കുന്ന അതാണ്. ആ മേരുവാണ് സുഷുപ്നാചക്രം. അത് 2ആയി പിരിഞ്ഞത് അറിവില്ലായ്മ വന്നപ്പോഴാണ്. അറിവുള്ള കാലങ്ങളിൽ ദേവതാ അധിവാസ ഭൂമിയായ ഉത്തമോത്തമമായ ക്ഷേത്രം, സപ്താകാര ക്ഷേത്രം, തത്വജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം ഹിരണ്യഗർഭ ബിന്ദുരൂപമായ പ്രകൃതി പുരുഷ യോഗാവസ്ഥ, അതാണ് ആ മേരു. അതിനെ കണ്ടെത്തുകയും അനുഭവിക്കുകയും അതിൽ സാൽമ്യമായി നിലകൊള്ളുകയും ചെയ്യുക എന്നതാണ് സനാതനധർമ്മത്തിൻ്റെ നില. അതൊരു കാലത്തും മാറില്ല. ആ യന്ത്രത്തിൻ്റെ അവസ്ഥാന്തര ഭേദങ്ങൾ യവന സംസ്കൃതിയിലും ഈജിപ്തുകാരുടെ സംസ്കൃതിയിലും എല്ലാം പ്രകൃതി പുരുഷ യോഗാവസ്ഥാ ലിംഗമായി കണ്ടിട്ട് തന്നെയുണ്ട്. അതിൽ നിന്നാണ് എല്ലാ മതങ്ങളും രൂപാന്തരപ്പെട്ടത്. അതുകൊണ്ട് മതങ്ങൾക്ക് മാതാവും സനാതനധർമ്മം തന്നെയാണ് എന്ന് പറഞ്ഞാൽ ഹൈന്ദവതയാണെന്നല്ല അർത്ഥം. ഈ സന്ദേശമാണ്. ഇത് പാശ്ചാത്യരെയും ആകർഷിച്ചിട്ടുണ്ട്. ഇത് വഴി പിരിയുന്നത് പാശ്ചാത്യർ പഠിച്ച് അവതരിപ്പിച്ച് കഴിഞ്ഞപ്പോൾ ഇതിന് 2 പ്രകാരഭേദങ്ങൾ വന്നു. ഒന്ന്
ബഹിരാകാശജമായ ആന്തരപൂജാരതി, 2 ബാഹ്യാകാശജമായ ബാഹ്യപൂജാരതി. ബാഹ്യപൂജാരതിക്ക് പൗരാണികർ അനുവദിച്ചിരുന്നില്ല. എങ്കിലും ഒളിച്ചും പാത്തുമൊക്കെ ആ പൂജയുണ്ടായിരുന്നു. കാലാന്തരത്തിൽ അറിവില്ലായ്മ വന്നപ്പോൾ ബാഹ്യപൂജാരതി വർദ്ധിക്കുകയും ബാഹ്യപൂജാരതിക്ക് ആന്തരപൂജാരതിയേക്കാൾ അംഗീകാരം ലഭിക്കുകയും ബാഹ്യപൂജാരതിയിൽ തൽപരരായവരുടെ എണ്ണം കൂടുകയും അതിന്റെ വിധാനീയതയ്ക്ക് അംഗീകാരം നൽകുകയും ചെയ്തു. ഇവിടെയായി പരിണാമം. പാശ്ചാത്യരെയും ഇത് ആകർഷിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ആർതർ ആവലന്റെ ദ സർപ്പൻ പവർ ഒക്കെ ഉണ്ടായത്. ഷഡ്ചക്ര നിരൂപണം, പാതുകാ പഞ്ചകവും അദ്ദേഹത്തിന്റെ പുസ്തകമാണ്. പ്രിൻസിപ്പിൾസ് ഓഫ് ദ തന്ത്രാസ്, സൗന്ദര്യലഹരിയുടെ ഇംഗ്ലീഷ് വിവർത്തനം ഒക്കെ ആർതർ ആവലന്റെയാണ്. സർ ജോൺ വുഡ്രോഫ് കൽക്കട്ട ഹൈക്കോടതിയിൽ ജസ്റ്റിസായിരുന്ന, ചക്രവർത്തി വിദ്യയുടെ സകല രഹസ്യങ്ങളും സാങ്കോപാംഗമായി വർണ്ണിച്ചിട്ടുള്ള പുസ്തകങ്ങൾ അദ്ദേഹം രചിച്ചതൊക്കെ പാശ്ചാത്യനുമാണ്. കൈയില്ല, കാലില്ല, പുറത്തുനിന്നുള്ള വസ്തുക്കളില്ല, ഒരു ഉപകരണവുമില്ല, മാനസികമായ സങ്കല്പം മാത്രം. ബാഹ്യപൂജ എന്ന് പറഞ്ഞാൽ അതിന് ഉപകരണങ്ങൾ വേണം, മദ്യം വേണം, മധുര വേണം, മൈഥുനം വേണം, മുദ്ര വേണം. ഇതെല്ലാം പൂജയുടെ ഭാഗമായി. പൂജയുടെ ഭാഗമല്ലാത്തതൊന്നുമില്ല. അവിടെയായി തകരാറ് വന്നത്. ആദ്യകാലത്തൊക്കെ ഇത് പേടിച്ചും ഒക്കെ രഹസ്യമായിരുന്നു. ഗ്ലോബലൈസേഷൻ വന്നപ്പോൾ പാശ്ചാത്യ നാടുകളിലെ ഈ വൈകാരിക വൈകൃതങ്ങൾ അത്രയും ഇന്ത്യയിലേക്ക് വന്നപ്പോൾ ഇത് രഹസ്യമായി വെച്ചവനൊക്കെ പരസ്യമായി ഇറങ്ങാവുന്നതായി. അവരുടെ ആഘോഷങ്ങളും ചടങ്ങുകളും പത്രങ്ങളും മാസികകളും ചാനലുകളും എടുത്തെഴുതാൻ തുടങ്ങി. അവരെ അവലംബിച്ചുള്ള, അവരെ നായകന്മാരോ വില്ലന്മാരാക്കിയോ ഉള്ള സിനിമകൾ രംഗത്ത് വന്നു. അതിന്റെ ബാക്കിപത്രമായി ഇന്ന് കാണുന്ന വൈകൃതങ്ങളല്ല. അതിൽ നിങ്ങളുടെ സാഹിത്യകാരന്മാർ, നിങ്ങളുടെ ബുദ്ധിജീവികൾ, നിങ്ങളുടെ ആക്ടിവിസ്റ്റുകൾ, നിങ്ങളുടെ മാധ്യമങ്ങൾ, നിങ്ങളുടെ ഭരണാധികാരികൾ, ഇവരുടെയൊക്കെ പങ്കാ വലുത്. ഏതെങ്കിലും ക്ഷേത്രമായാലും ഏതെങ്കിലും രഹസ്യ സങ്കേതമായാലും ഒരു കുഞ്ഞിനെയോ ഒരു ആടിനെയോ ഒരു പശുവിനെയോ ഒരു പട്ടിയെയോ ബലി കൊടുക്കുവാനോ ഒരു സ്ത്രീയും പുരുഷനും തമ്മിൽ പരസ്യമായി ഇണചേരുവാനോ ഒന്നും സംഗതി വരാത്ത, പരസ്യമായി മദ്യപിക്കുവാനോ മാംസം വെച്ച് പൂജിക്കുവാനോ പരസ്യമായി പറ്റാത്ത ഒരു നില ഈ സംസ്കൃതിക്കുണ്ടായിരുന്നു. കുറഞ്ഞപക്ഷം അത്തരം സങ്കേതങ്ങളിലേക്ക്, മാംസം വെച്ച് പൂജിക്കുകയും ബഹളം വെക്കുകയും ചെയ്യുന്ന സങ്കേതങ്ങളിലേക്ക്, മദ്യപിച്ച് കൂത്താടുന്ന സങ്കേതങ്ങളിലേക്ക് തന്റെ ഭാര്യയും മകളുമൊന്നും കടന്നു ചെല്ലരുതെന്നുള്ള മാന്യതയെങ്കിലും ഈ നാട്ടിലുണ്ടായിരുന്നു. നിങ്ങൾ പോയ ഏത് ക്ഷേത്രത്തിലാണ് എക്സെപ്ഷണലായുള്ള വളരെ ഉന്നതങ്ങളായ ക്ഷേത്രങ്ങളെന്ന് പറയാവുന്ന കൊണാർക്കിലെ സൂര്യക്ഷേത്രം അല്ലേ? അവിടെയൊക്കെ മൃഗങ്ങളുമായും മനുഷ്യനുമായും ഒക്കെ ഇണചേരുന്ന ചിത്രങ്ങൾ വരെ, സ്ത്രീയുടെയും പുരുഷന്റെയും ലൈംഗികതയുടെ ചിത്രങ്ങൾ വരെയുണ്ട് എന്ന ആക്ഷേപമാണ് ഉന്നയിച്ചത്. അങ്ങ് തെളിച്ചു പറഞ്ഞില്ല എന്ന് മാത്രമല്ലേ ഉള്ളൂ. ആണ് എങ്കിൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരു പാശ്ചാത്യന് നിങ്ങളും കൂടെ പോയിട്ട് നോക്കിയാൽ അവന് ഒറ്റ നോട്ടത്തിൽ ഒരു കാര്യം മനസ്സിലാവും, നിങ്ങൾക്ക് മനസ്സിലാകാത്ത. പുറം ലോകം ഇതാണെന്നും അകത്ത് ഗർഭഗൃഹമാണെന്നും അവിടെ സൂര്യൻ മാത്രമേ ഇരിപ്പുള്ളൂവെന്നും പുറത്തൂടെ കറങ്ങിയാൽ ഇതൊക്കെയാണ് ലഭിക്കുക എന്നും അകത്തേക്ക് നോക്കിയാൽ സൂര്യനെ കാണാമെന്നും അവന് മനസ്സിലാവും. അത് നിങ്ങൾക്ക് മനസ്സിലാകാതായത് ആ ക്ഷേത്രം പണിതുകൊണ്ടല്ല, സംസ്കാരം നഷ്ടപ്പെട്ടു പോയതുകൊണ്ടാണ്. ഗർഭഗൃഹങ്ങൾക്ക് അലങ്കാരമില്ലെന്ന് മാത്രമല്ല, കാലാന്തരത്തിൽ അറിഞ്ഞോ അറിയാതെയോ വരച്ചു വെച്ചതാണ്. ഇത് ആരാധനാ സങ്കേതങ്ങളല്ല. അത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു. പിന്നെയും നിങ്ങൾ അറിയാതെ ഒരു ആരാധനാ സങ്കേതമെന്നുള്ള തലത്തിലേക്ക് നിങ്ങൾ വഴുതി വീഴുമ്പോഴായി ചോദ്യം വരുന്നത്. മനസ്സിലായില്ല?
ഇത് ആരാധനാ സങ്കേതങ്ങളല്ല എന്ന് ഞാൻ ഉറപ്പിച്ച് പറഞ്ഞെങ്കിലും നിങ്ങൾ വീണ്ടും ചോദ്യം ചോദിക്കുമ്പോൾ അറിയാതെ ജനങ്ങൾ ആരാധിക്കാൻ ചെല്ലുന്നിടത്ത് ഇങ്ങനെ എഴുതി വച്ചിരിക്കുന്നല്ലോ എന്നാണ് ആ ചോദ്യത്തിന്റെ പൊരുൾ. അത് ഞാൻ ആദ്യം പറഞ്ഞ ഉത്തരം കൊണ്ട് തന്നെ കടന്നുപോയതാണ്. എങ്കിലും ഇനി അതിനെ ഒരു ആരാധനാ സങ്കേതമാക്കിയേ തീരൂവെന്ന് നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ തന്നെ അതിന്റെ പുറത്തായി വരച്ചു വച്ചിരിക്കുന്നത്. ആരാധനയ്ക്ക് വച്ചിരിക്കുന്ന ശ്രീകോവിൽ തുറക്കുമ്പോൾ കാണുന്ന ചിത്രമല്ല, അവിടെ സൂര്യനെയാണ് കാണുന്നത്. സൂര്യക്ഷേത്രത്തിൽ അതിന് ചുറ്റുമാണ് കാണുന്നത്. അപ്പൊ ചുറ്റും കാണുന്നത് ഇന്ന് ബുദ്ധിയുണ്ടെങ്കിൽ മനസ്സിലാക്കാവുന്നത് പുറം ലോകത്തേക്ക് കണ്ണു തുറന്നു വെച്ചാൽ അവിടെ കാമിനി കാഞ്ചനങ്ങളും കാമതപ്തങ്ങളായ മുഹൂർത്തങ്ങളും മാത്രമേ ഉള്ളൂ. ഏതൊരുവൻ കണ്ണുകൾ അഞ്ചിനെയും ഒളിമുകളെല്ലാം പഴമഞ്ചുമുണ്ട് നാറുന്നളികയിലേറി നയേന മാറിയാടും കിളികളെ അഞ്ചും അഴിഞ്ഞു കീഴ്മറിക്കും തിരുവുരുവേന്തി അകം വിളങ്ങിടേണമെന്ന് നാരായണ ഗുരു പറഞ്ഞതുപോലെ ഈ 5 കിളികളെയും അരിഞ്ഞു കീഴ്മറിച്ചാൽ അകത്തുള്ള സൂര്യനെ കാണാം. പുളി തിന്ന് ശീലിച്ച ഒരാളിന് കഴിഞ്ഞ ജന്മത്തിൽ തിന്ന പുളിയുടെ ആയാലും ശരി, ഈ ജന്മത്തിൽ പുളിയൊന്നും തിന്നാതിരുന്ന് പുളി കണ്ടാൽ പോലും വായിൽ വെള്ളമൂറുമെങ്കിൽ അതൊരു കലാസൃഷ്ടി എന്ന നിലയിൽ അതിന്റെ സൗന്ദര്യത്തെ ആസ്വാദിക്കാൻ പാകത്തിന് മനസ്സ് വികസിച്ചവരായിരിക്കുമോ ഇന്ത്യക്കാർ? അവിടെ ചെയ്തു വെച്ചതിന്റെ ഉത്തരം ഞാൻ ക്ലിയറായി പറഞ്ഞു. പുറം ലോകം ഇതാണ്. ഏതൊരുവൻ പുറം ലോകത്തൂടെ സഞ്ചരിക്കുന്നുവോ അവൻ പുറത്ത് ഇതൊക്കെയേ കാണുകയുള്ളൂ. ഏതൊരുവൻ അകത്തേക്ക് നോക്കുന്നുവോ ഈ പുറത്തതൊന്നുമില്ലാത്ത സൂര്യനെ കാണും. ആത്മസൂര്യനെ. അത് കാണാനുള്ള പ്രക്രിയ പറഞ്ഞു വന്നപ്പോഴാണ് നിങ്ങൾ പതുക്കെ ഒന്ന് പിടിച്ചത്. അറിവ് ഇല്ലാതെയും അറിവിന് ആഗ്രഹിച്ചും ഇരിക്കുന്നവന് വേണ്ടി. അറിവ് വന്നവന് വേണ്ടിയല്ല, അറിവില്ലാത്തവന് വേണ്ടിയല്ല. അറിവില്ലാത്തവന് ഏതായാലും ഇത് മനസ്സിലാവില്ല. അറിവുള്ളവന് ഇനി ഇത് ആവശ്യമില്ല. മനസ്സിലായില്ല? അറിവ് വേണമെന്ന് ആഗ്രഹമുണ്ട്, അറിവിപ്പം ഇല്ല, അവന് വേണ്ടി. അന്നും അറിവുള്ളവനും അറിവില്ലാത്തവനും ഉണ്ട്. ഇതിനകത്ത് പ്രവേശിച്ച അറിവുള്ളവന്റെ കൂടെ അറിവില്ലാത്തവനെ ബോധ്യപ്പെടുത്തുന്നതിന്, അറിവിലേക്ക് കൊണ്ടുവരുന്നതിന്, ആ ന്യൂനപക്ഷത്തിൽപ്പെട്ടവന് വേണ്ടി തന്നെയാണ്. ആ 10-12 പേർക്ക് വേണ്ടി തന്നെയാണ്. ഇതാണ് സത്യം. അതുകൊണ്ട് ഇതിനകത്ത് സൂക്ഷിച്ചിരിക്കുന്ന സാധനം കാഞ്ചനമാണ്, ഇത് ഭണ്ഡാരമാണ്. ഇതിനകത്ത് നിങ്ങൾ ആദ്യം പറഞ്ഞ് മറന്നുപോയോണ്ടായി സംശയം വരുന്നത്. ഇതിനകത്ത് സൂക്ഷിച്ചിരിക്കുന്നതും സ്വർണവും വെള്ളിയൊക്കെയാണ്. അത് കൈയിട്ട് വാരാൻ നിനക്ക് ആഗ്രഹം തോന്നും. അതിലാഗ്രഹം നിനക്ക് ജനിക്കുന്നത് നിന്റെ അജ്ഞാനം കൊണ്ടാണ്. അജ്ഞാനമായി കാണുന്ന ചിത്രം മുഴുവൻ. ഇതൊന്നുമല്ല ജീവിതം. നിന്റെ അകത്തിരിക്കുന്ന സൂര്യനാണെന്ന് അകത്തിരിക്കുന്നവനെ ബോധ്യപ്പെടുത്താൻ. ആ അറിവുള്ളതുകൊണ്ടാണ് ക്ഷേത്രങ്ങളിൽ വെച്ചത് അവിടെ ഇരുന്നത്. അതില്ലാതെ പോയതുകൊണ്ടാണ് ഭരണാധികാരിയും ശാന്തിക്കാരനും ജ്യോതിഷിയും ഒക്കെ ചേർന്ന് മോട്ടിച്ചത്. പഴയകാലത്ത് ഒരു ക്ഷേത്രത്തിനും ഫിസിക്കൽ പ്രൊട്ടക്ഷൻ ഇല്ല. കോട്ടയുണ്ട്, പക്ഷേ ഫിസിക്കൽ പ്രൊട്ടക്ഷൻ പുറത്തുനിന്ന് വരുന്ന ഇത് അറിവില്ലാത്ത മറ്റ് രാജ്യാക്കന്മാർക്ക് വേണ്ടി മാത്രമാണ്. ആ നാട്ടുകാരിൽ നിന്ന് എന്ത് ഫിസിക്കൽ പ്രൊട്ടക്ഷൻ ആയിരിക്കുന്നത്? അതിനകത്ത് ഇതെല്ലാം കൊണ്ട് സൂക്ഷിച്ചു എന്നറിയുമ്പോഴും അവിടെ ആകെപ്പാടെ എഴുന്നേറ്റ് നിൽക്കാൻ ശേഷിയില്ലാത്ത ഒരു പൂജാരി രാവിലെ മുതൽ പട്ടിണി ഇരുന്ന് പൂജ ചെയ്യുക മാത്രമായിരുന്നു. അല്ല പോലീസും പട്ടാളവും അതിനകത്തില്ല. പട്ടാളങ്ങൾക്ക് ചെലവ് കൊടുത്ത കണക്ക് ജനാധിപത്യത്തിലും ബ്രിട്ടീഷുകാരുടെ കാലത്തുമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇന്ത്യ പിടിച്ചെടുക്കാൻ അവർക്ക് കഴിഞ്ഞതും. നിങ്ങൾ വിഷയം കൊണ്ടുപോകുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അടുക്കോടെ ചിന്തിച്ചാൽ, ഇന്ത്യയുടെ കണക്കെടുത്ത് നോക്കിയാൽ, ഇന്ത്യയുടെ ചരിത്രം എടുത്ത് നോക്കിയാൽ എത്ര ശതമാനം നിങ്ങളുടെ പഴയ കാലങ്ങളിൽ ഖജനാവിലെ പണം പട്ടാളക്കാരെ തീറ്റിപ്പോറ്റാൻ വേണ്ടി വിനിയോഗിച്ചു? മഹാഭാരതം ക്ഷേത്രം സംരക്ഷിക്കാനായിരുന്നില്ലല്ലോ, കുടുംബങ്ങളുടെ വഴക്കായിരുന്നല്ലോ. ആ കാലഘട്ടം ഇതുപോലൊരു കാലഘട്ടമാണ്, വളർന്ന് വികസിച്ച് നിൽക്കുന്ന കാലഘട്ടം, ധർമ്മം നഷ്ടപ്പെട്ട കാലഘട്ടം. ധാർമ്മികമായ ചേതന നിലനിന്ന ഒരു കാലങ്ങളിലും പട്ടാളം ആവശ്യം വരില്ല. അറിവുള്ളവന്റെ ഇടയിൽ പട്ടാളത്തിന്റെ ആവശ്യം എന്താ? അതല്ലേ വേണം. അത് നിങ്ങൾ ഒരു സ്ഥലത്തെ സാധനം എടുത്ത് വേറൊരിടത്തേക്ക് ക്ലബ് ചെയ്യുന്നു. അത് നിങ്ങളുടെ ദൂരാന്വയ ദോഷം കൊണ്ടാണ്. പകരം നിങ്ങൾ ചിന്തിക്കുന്നവരാണെങ്കിൽ വത്സന്റെ കുട്ടിക്കാലത്ത് കോഴി, പട്ടി, പൂച്ച എല്ലാം കയറിയിറങ്ങി കിടന്നിരുന്ന വത്സന്റെ വീടുകൾ അല്ലെങ്കിൽ പരിചയക്കാരുടെ വീടുകൾ എടുത്ത് നോക്കിയാൽ 10 ഏക്കറിനകത്തും 5 ഏക്കറിനകത്തും ആ ഒരു വീട്. അതിനകത്ത് ഒരുപാട് സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ടെങ്കിലും ഇന്നത്തെ പോലെ ഒരു കള്ളനും കയറിയിരുന്നില്ല.
ചെമ്പുപാത്രവും എല്ലാം മുറ്റത്താണ് കിടന്നത്. എന്നിട്ട് കള്ളം കയറിയിരുന്നില്ല. എപ്പോഴാണോ പട്ടാളങ്ങൾ ഉണ്ടായത്, എപ്പോഴാണോ ചെലവ് കൊടുത്തത്, എപ്പോഴാണോ അതിന് കാവൽക്കാരുണ്ടായത്, അപ്പോഴാണ് കള്ളം കൂടിയത്. അപ്പോഴാണ് കള്ളനും പോലീസും കൂടെ കളിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഞാൻ അറിയുന്നിടത്തോളം വളരെ കൃത്യതയുള്ള ഒരു സനാതന ധർമ്മം ഇത് നിലനിർത്തി പോന്നിരുന്നു. അത് ദഹരാകാശജം, ബാഹ്യാകാശജം എന്ന് രണ്ടാണ്. അതിലെ ബാഹ്യാകാശജത്തിലാണ് മദ്യം, മദിര, വിഗ്രഹം, അതുപോലെ തന്നെ ജലഗന്ധ പുഷ്പാദികൾ, ധൂപദീപ നിവേദ്യാദികൾ എല്ലാം വന്നിട്ടുള്ളത്. അതിന്റെ ഭാഗമാണ് നിങ്ങൾ പറഞ്ഞ ചുറ്റുമുള്ള എഴുത്തുമെല്ലാം. ദഹരാകാശജമായ, ബാഹ്യാകാശജമല്ലാത്ത ദഹരാകാശജമായ അന്തസ്ഥ പൂജയിൽ ഈ ഉപകരണങ്ങളൊന്നുമില്ല. 10 പൈസയുടെ ചെലവില്ല. അത് സനാതനമാണ്. അതിന് നശിക്കുന്ന ഒരു ദ്രവ്യവും ഉപയോഗിക്കുന്നില്ല. ഋഗ്വേദത്തിലെ ദേവീ സൂക്തത്തിലും യജുർവേദത്തിലെ ശ്രീസൂക്തത്തിലും എല്ലാം ശ്രൗതമായി ചക്രവിദ്യയുടെ രംഗപ്രവേശമുണ്ട്. ചാദ്നോക്യ ഉപനിഷത്തുകളിലാണ് അതിൻ്റെ വ്യാഖ്യാനം തന്നെയുള്ളത്. ഉപനിഷത്ത് വ്യാഖ്യാനവും സംഹിത വ്യാഖ്യേയവുമാണ്. മുമ്പ് പറഞ്ഞിട്ടുള്ളതൊക്കെ കേട്ടിട്ടുള്ളവരാരെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ ഞാൻ ഇത്തരുണത്തിൽ മാറ്റി പറയുന്നുണ്ടോ എന്ന് ഇവിടെ നോക്കിക്കോണം. ഉപനിഷത്തുകൾ വ്യാഖ്യാനവും സംഹിത വ്യാഖ്യേയവുമാണ്. അതുകൊണ്ട് ശ്രീസൂക്തം മുതലായ സംഹിതാഭാഗങ്ങളിൽ ചക്രവിദ്യ കാണാം. അതിൻ്റെ വ്യാഖ്യാനം സ്പഷ്ടമായി കാണുന്നത് ഛാന്തോഗ്യാദി ഉപനിഷത്തുകളിലാണ്. തന്ത്രഗ്രന്ഥങ്ങളിലും സൗന്ദര്യലഹരി മുതലായ സ്തോത്രഗ്രന്ഥങ്ങളിലും വ്യാപിച്ചു കിടക്കുന്നുമുണ്ട്. ഉപാസകൻ ആവോളം സേചനം ചെയ്യാൻ പാകത്തിന് ചക്രവിദ്യയിലുണ്ട്. അതുകൊണ്ടാണ് 2 രീതികൾ അതിന് ബന്ധപ്പെട്ട് വന്നത്. ഒന്ന് സമയാചാരം അഥവാ ആന്തരപൂജാരതി. 1 പൈസയുടെ സാധനം വാങ്ങിക്കാൻ പോണ്ട. അതാണ് ഭാരതീയർ പുലർത്തിപ്പോന്നത്. സാധാരണ ജനങ്ങൾ അത് പുലർത്തിയ പണ്ഡിതന്മാർ അതിൻ്റെ അടിസ്ഥാനത്തിൽ മേരുവിനെ ബ്രഹ്മാണ്ഡ സമുദ്ഭവമായി കണ്ട് പ്രതിഷ്ഠ നടത്തി അതിൻ്റെ പൂജ എന്ന നിലയിലാണ് സകല സംഭാരങ്ങളും ജീവിതത്തിനു വേണ്ടി സൂക്ഷിച്ചത്. അവയാണ് ഭാരതത്തിലെ പ്രാചീന ക്ഷേത്രങ്ങളെല്ലാം. നിങ്ങളുടെ നട്ടല് അതിനെത്ര ഇതുണ്ടോ അതുപോലെ അടുക്കടുക്കായി കയറുന്ന 8 ചക്രങ്ങളോടുകൂടിയ 6 ചക്രങ്ങളോടുകൂടിയ 2 ഉണ്ട്. ചില മേരുവിൽ ഷഡ്ചക്രോപരി സംസ്ഥിതയാണ് ബൈന്ദവ സ്ഥാനത്തിൽ ദേവി. അങ്ങനെയുള്ള മേരുവിനെ പ്രതിഷ്ഠിക്കും. മേരു എന്ന് പറഞ്ഞാൽ നട്ടല്, സുഷുപ്ന. അത് ശരിക്കും യോഗിയുടേതാണ്. ഹൃദയാകാശത്തിൽ അഥവാ ദഹരാകാശത്തിലുള്ള ചക്രപൂജ, ദഹരാകാശജം. സമയാചാര തൽപരർ ഇതിനെ സമയപൂജ എന്ന് പറയും. ബാഹ്യമായി പീഠം മുതലായത് വെച്ച് അതിന്മേൽ ഭൂർജപത്രാദികൾ വെച്ച് ശുദ്ധവസ്ത്രം, സ്വർണ്ണത്തകിട്, വെള്ളിത്തകിട് മുതലായവയിൽ ചക്രം എഴുതി ദ്വിമാനമായോ അതല്ല മേരു സൃഷ്ടിച്ച് ത്രിമാനമായോ പൂജിക്കുന്നത് ബാഹ്യാകാശജം. ഇത് കൗളം. ഇതിനെയാണ് കൗളമതം എന്ന് പറയുന്നത്. ഇത് വളരെ ഒതുങ്ങി നിന്നിരുന്ന മതമാണ്. ത്രിമാനജം എന്ന് പറഞ്ഞാൽ സിമൻറ്റ് കൊണ്ടോ കല്ലുകൊണ്ടോ മണ്ണുകൊണ്ടോ മേരു ഉണ്ടാക്കും. എന്നിട്ട് മോളിൽ നിന്ന് പടമെടുക്കുമ്പോൾ മോളിൽ കാണുന്ന ദ്വിമാന പടമാണ് ശ്രീചക്രമായി വരച്ച് കാണുന്നത്. 5 ശാക്തിക ത്രികോണങ്ങളും 4 ശൈവ ത്രികോണങ്ങളും ചേർന്ന് വരുന്ന 9 ത്രികോണങ്ങളോട് കൂടിയ 9 ദ്വാരങ്ങളുള്ള 10ാമത്തെ ദ്വാരമായ 10ാമത്തെ കവാടമായ മഹേശ്വരി ഇരിക്കുന്ന ഗംഭീരമായ ആ ബൈന്ദവ സ്ഥാനം.
ഇതാണ് പ്രാചീനർ പൂജിച്ചതും പ്രാചീനർ ആരാധിച്ചതും പ്രാചീനർ കൊണ്ടുപോയതും. അതിൽ ദഹരാകാശജമായി പൂജിച്ച് അനുഭൂതി വന്നവൻ്റെ മക്കളായി വീണ്ടും അതിനെ പഠിച്ചു വളർന്ന ഒരു തലമുറയ്ക്ക് ഒരു പൂജോപകരണവും കൊണ്ടു നടക്കണമായിരുന്നില്ല. ഒരാരാധനയിലും വീഴണമായിരുന്നില്ല. അവൻ പ്രാണനിലൂടെ കടന്നു പോകുമ്പോൾ കൃത്യമായി പ്രാണബന്ധനം സാധിച്ചിരുന്നു. ഇതാണ് അതിൻ്റെ വ്യത്യാസം. അപ്പോൾ ശൈവചക്രങ്ങൾക്കും ശാക്തചക്രങ്ങൾക്കും അന്യോന്യം അഭേദ്യമായ സംബന്ധമുണ്ട് എന്നറിയുന്നവൻ ശ്രീചക്രത്തെ അറിയുന്നവനാണ്. അത് വച്ചിട്ടാണ് ആ ആരാധനാക്രമം നിലനിന്നിരുന്നത്. കൃത്യമായ ലൈനിൽ പോകാൻ ഇഷ്ടമാണെങ്കിൽ നമുക്ക് ആ ലൈനിൽ തന്നെ പോകാം. അല്ല അതിൻ്റെ ഒരു വൈകാരികത മതിയെങ്കിൽ ഞാനൊരു ഇടിയൻ അടിച്ചതെന്ന് വിടാം. ഭുജംഗാകാര രൂപേണ മൂലാധാരം സമാശ്രിത ശക്തി കുണ്ടലിനീ നാമ വിസന്തു തനീ ശുഭ നിഭാ ശുഭ എന്നാണ് പറയുക. വാമകേശ്വര തന്ത്രത്തിൽ തന്ത്രാഗമങ്ങളാണ് ഇവയ്ക്കുള്ള വ്യാഖ്യാനങ്ങൾ. വാമകേശ്വര തന്ത്രത്തിൽ ഭുജംഗാകാര രൂപേണ മൂലാധാരം സമാശ്രിത ശക്തി കുണ്ടലിനീ നാമ വിസതന്തു നിഭാ ശുഭ. മിന്നൽ പിണർ പോലെ പ്രഭയോടുകൂടിയ ക്ഷണപ്രഭയോടുകൂടിയും ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ ഈ മൊബൈൽ മിന്നുന്ന പോലെ മിന്നും. ആ മിന്നൽ മറ്റേ ടവറുമായിട്ടുള്ള ബന്ധത്തിൻ്റെയാണ്. മനസ്സിലായില്ല? ആ മിന്നലുണ്ടെങ്കിൽ മനസ്സിലാക്കാം റേഞ്ച് ഉണ്ട് എന്ന് മനസ്സിലാക്കാം. മനസ്സിലായില്ലേ? ഇതുപോലെ കേന്ദ്രത്തിൽ നിന്നുള്ള ഒരു മിന്നൽ പിണർ പോലെ മൂലാധാരം സമാശ്രയിച്ചിട്ട് മിന്നൽ കൊടി പോലെ മിന്നുമ്പോഴാണ് വിഷയലോകങ്ങൾ ഉണ്ടാകുന്നത്. അല്ലാതെ പുറത്തുള്ളത് കൊണ്ടുണ്ടാകുകയല്ല, പുറത്ത് വസ്തുക്കൾ ഇരിക്കുന്നത് കൊണ്ട് കാണുകയല്ല. ഇരുന്നാലും ഇരുന്നില്ലെങ്കിലും ഈ ബന്ധമുണ്ടെങ്കിൽ കാണും. മനസ്സിലായില്ല? ഇരിക്കുന്ന വസ്തുവിനെയാണ് കാണുന്നതെന്നുള്ളതിന് ഉറപ്പില്ല. അപ്പം മിന്നൽ പിണർ പോലെ ക്ഷണപ്രഭയോടുകൂടിയും താമരനൂലിനോട് സാദൃശ്യമുള്ളതും കുണ്ടലിനി എന്നു പേരോടുകൂടിയതുമായ ശക്തി സർപ്പിള രൂപത്തിൽ, സർപ്പിളം, സർപ്പം സർപ്പിളം, സ്പന്ദരൂപത്തിൽ. സർപ്പത്തിന്റെ പ്രത്യേകത സ്പന്ദനമാണ്. സ്പന്ദരൂപത്തിൽ മൂലാധാരത്തെ ആശ്രയിച്ച് ഇരിക്കുന്നു. അതാണ് ഇതിലേക്കുള്ള അറിവിന്റെ ആദ്യത്തെ വഴി. മൂലഗന്ധം ഭണഗ്രേണ ദൃഷ്ട്വാ കമലഗന്ധവത് മുഖേന പുച്ഛം സംഗൃഹ്യ ബ്രഹ്മരന്ധ്രം സമാശ്രിത പത്മാസനഗത സ്വസ്ഥോ ഗുദമാകുഞ്ച്യ സാധക വായുമൂർധ്വഗതിം കുർവൻ കുംഭകാവിഷ്ടമാനസഃ വായുവാഘാതവശാദഗ്നിം സ്വാധിഷ്ഠാനഗതോജ്വലൻ ജ്വലനാഘാത പവനാഘാതൈ ഉന്നിദ്രിതോ ഹിരാട്ട് രുദ്രഗ്രന്ഥിം തതോ ഭിത്വ വിഷ്ണുഗ്രന്ഥിം പിനത്യതഃ ബ്രഹ്മഗ്രന്ഥിം ച ഭിത്വൈവ കമലാനി ഭിനത്തി ഷട്ട് സഹസ്രകമലേ ശക്തി ശിവേന സഹ മോദത്തെ സാ ച അവസ്ഥ പരാജ്ഞേയ സൈവ നിർവൃതി കാരണം. ഇതാണ് തന്ത്രം നമുക്ക് തരുന്ന പരമമായ അറിവ്. ഈ അറിവ് ആര് നിലനിർത്തുന്നുവോ, ആരറിയുന്നുവോ, അറിയുന്നവൻ സനാതനിയാണ്. ഇത് മുഴുവൻ ശരീരത്തിനും മനസ്സിലുമെല്ലാം ചേർന്ന് എല്ലാ ജീവിയും അനുഭവിക്കുന്ന സാധനമാണ്. മുമ്പ് പറഞ്ഞ സർപ്പിളാകൃതിയായ താമരനൂൽ പോലെയുള്ള ആ കുണ്ടലിനി തന്റെ ഭണാഗ്രം കൊണ്ട്, മനസ്സിലായില്ല, പാമ്പാകുമ്പോൾ അതിനൊരു ഭണാഗ്രം ഉണ്ടാവും.
അതിൻ്റെ അഗ്രം കൊണ്ട് താമരക്കിഴങ്ങിനെ എന്ന പോലെ ദഷ്ട്വാ കമലകന്തവത്, താമരയുടെ കന്തം കിഴങ്ങിനെ എന്ന പോലെ മൂലകന്ധത്തെ ദംശിച്ചിട്ട്, ദഷ്ട്വാ ദംശിച്ചിട്ട് കടിച്ചിട്ട്, മുഖം കൊണ്ട് പുച്ഛത്തെ അറ്റത്തെ സംഗ്രഹിച്ചിട്ട് ബ്രഹ്മരന്ധ്രത്തെ സുഷുപ്നാരന്ധ്രത്തെ ആശ്രയിച്ചിരിക്കുന്നു. എല്ലാ മനുഷ്യനും ഇങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് ഇതെല്ലാവർക്കും അനുഭവിക്കാം. സാധകൻ പത്മാസനസ്ഥിതനായിട്ട് ഗുദദ്വാരത്തെ അടച്ചുപിടിച്ച്, കൈകൊണ്ടല്ല, സങ്കല്പം മസ്തിഷ്കത്തിൽ കൊടുത്താൽ അടയും. അശ്വിനി മുദ്രയെന്നൊക്കെ പറയും മലം വിസർജിക്കാൻ പോകുമ്പോൾ. പശു ചാണകമിടുന്ന് കണ്ടിട്ടുണ്ടാവും? ഇല്ല. ചാണകമിട്ടിട്ട് ഇങ്ങനെ വെക്കും. നിങ്ങൾക്ക് തിരക്കായോണ്ട് ഈ പേശിയൊന്നും ഇങ്ങനെ മൂവ് ചെയ്യാതെ പോവും. അപ്പോഴാണ് പിന്നെ കുറേ കഴിയുമ്പോൾ പൈൽസും ഭഗന്തരവും ഒക്കെ ഉണ്ടാകുന്നത്. ആ പേശിയെ മൂവ് ചെയ്യിപ്പിക്കണം. അത് ഈ ഓഫീസിലൊക്കെ സ്ഥിരമായി ഇരുന്ന് കഴിയുമ്പോൾ ഇത് അടഞ്ഞായിരിക്കുന്നത്, വായു പുറത്തു പോവില്ല. ഈ സാധന ചെയ്യുമ്പോൾ സാധകൻ ആ മൂലാധാരത്തെ, ഗുദദ്വാരത്തെ അടച്ചുപിടിച്ച്, മൂലാധാരമല്ല ഗുദദ്വാരത്തെ അടച്ചുപിടിച്ച് വായുവിനെ ഊർധ്വഗതിയാക്കി ചെയ്തിട്ട് കുംഭകത്തിൽ ശ്രദ്ധ വെച്ചുകൊണ്ടിരിക്കണം, എടുത്ത ശ്വാസത്തിൽ ശ്രദ്ധ വെച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ കാണാം ഇതിലേക്ക് പോകുന്നു. അങ്ങനെയാ പ്രാണായതനമായ ശരീരശാസ്ത്രം പഠിച്ചെടുക്കുന്നത്. അതിന് ജീവികളെ കൊല്ലണ്ട, ശവം കീറി മുറിക്കണ്ട, ഈ പ്രാണന്റെ കൂടെ യാത്ര ചെയ്താൽ മതി. ആദ്യം പ്രാണന്റെ കൂടെ ബോധത്തെ യാത്ര ചെയ്യിപ്പിക്കണം. പ്രാണൻ പോകുന്ന വഴിക്കെല്ലാം പോയാൽ എല്ലാ സന്തുക്കളും എല്ലാ മർമ്മങ്ങളും എല്ലാം ബോധ്യപ്പെട്ട് തിരിച്ചു വരും. ശരീരശാസ്ത്രം പഠിക്കാൻ ഉള്ളത് അവളെ കീറി മുറിക്കുക, അത് കഴിഞ്ഞുള്ള മനുഷ്യനെ കീറി മുറിക്കുക, ഒന്നും ചെയ്യണ്ട. ഇതൊന്നും ചെയ്താലോട്ട് ഓർത്തിരിക്കുകയില്ല. ഇതൊക്കെ ചെയ്ത് പഠിച്ചവന്മാരുടെ അടുക്ക ചെന്നാൽ പോലും ശരീരശാസ്ത്ര ഇവന്മാർക്ക് ഓർമ്മ വരത്തില്ല. കിഡ്നി തലയിലാണോ എന്ന് പോലും ചിലപ്പോൾ സംശയം വരും. ഇതിനൊരു പ്രക്രിയയുണ്ട്, അത് സർവസമ്മതമാണ്. അപ്പൊ കുംഭകത്തിൽ ശ്രദ്ധ വെച്ചുകൊണ്ടിരിക്കണം. വായുവിന്റെ ആഘാതം നിമിത്തം സ്വാധിഷ്ഠാനസ്ഥിതമായ അഗ്നി, മൂലാധാരം, മണിപൂരകം, സ്വാധിഷ്ഠാനം. മഹിം മൂലാധാരേ കമപി മണിപൂരേ സ്ഥിതം കുതവഹം സ്വാധിഷ്ഠാനേ. പൃഥ്വി, അപ്പ്, തേജസ് എന്നെടുക്കുമ്പോൾ ചക്രം നടുക്കാണെങ്കിലും മുകളിലാണ്. അവിടെയാണ് ഈ പഠനത്തിൻ്റെ പ്രത്യേകത. ചന്ദ്രകലകൾ, സൂര്യരശ്മികൾ, അഗ്നിയുടെ നാവുകൾ, ഇവയോട് ബന്ധപ്പെട്ടാണ് ഇത് വരുന്നത്. അഗ്നിയുടെ നാമ്പ്, അഗ്നി ജലത്തെ കടന്ന് അഗ്നി താഴേക്ക് ചെന്ന് പ്രസരിച്ച് രൂപാന്തരപ്പെട്ടു വരുന്ന. അതുകൊണ്ട് സ്ഥാനം പറയുമ്പോൾ മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം. ഭൂതം പറയുമ്പോൾ മഹി കഴിഞ്ഞാൽ ജലവ. മനസ്സിലായില്ല. അതുകൊണ്ട് മൂലാധാരത്തിന് പ്രാധാന്യം. അത് പഠിത്തത്തിൽ മനസ്സിലാവും. മഹി മൂലാധാരത്തിലിരിക്കുന്നു, അഗ്നി സ്വാധിഷ്ഠാനത്തിലിരിക്കുന്നു, ജലം മണിപൂരത്തിലിരിക്കുന്നു. ആ കണക്കിന് അതാണ് താന്ത്രിക ഘടനയുടെ വൈചിത്ര്യം. ഇതാണ്. അതിന് കാരണങ്ങളുണ്ട്, അത് നമുക്ക് കാണാം പിന്നീട്. അറിയാതെ പറഞ്ഞതല്ല. അപ്പോൾ വായുവിൻ്റെ ആഘാതം നിമിത്തം സ്വാധിഷ്ഠാനസ്ഥിതമായ അഗ്നി അവിടുന്ന് ജ്വലിക്കാൻ തുടങ്ങും. ഇതാ പഴയ അമ്മമാർക്കറിയുന്ന പനിയൊക്കെ വരുമ്പം. അഗ്നി കെട്ടടങ്ങിയത് കൊണ്ട് അഗ്നിക്കുള്ള ദാഹമാണ് ബാഹ്യമായ ചൂട്. മനസ്സിലായില്ല? ഉടനെ കമ്പിളി പതപ്പിക്കുക, ഉടനെ കട്ടൻ കാപ്പി തിളപ്പിച്ചു കൊടുക്കുക. പാകത്ത് കിടക്കുന്ന സൂക്ഷ്മാഗ്നി ജ്വലിക്കും, പനി വിടും, എന്നേക്കുമായി. ഐസ് വാരി പൊത്തുക, തലച്ചോറിൽ പനി വരും, ചത്തുപോയി കിട്ടും.
അന്ന് ഒരെണ്ണം പോലും പിന്നീട് രോഗിയായില്ല. ചുക്കും മുളകും തിപ്പലിയും കഷായം കൊടുത്തിട്ടും കമ്പിളി പതപ്പിച്ച് കിടത്തിയിട്ടും ഒന്ന് വേർക്കുമ്പോഴേക്ക് പനി വിടും. ഓ വേർത്തു ആശ്വാസമായി, ഇനി നീ പേടിക്കുകയൊന്നും വേണ്ട. വേർക്കണമെങ്കിൽ അഗ്നി എന്ന ദേവത അഗ്നിയിൽ നിന്ന് ജലത്തെ ഉണ്ടാക്കണം. ജലത്തെ ഉണ്ടാക്കി വേർപ്പായി പ്രകടമായപ്പോൾ ഇതാ നമ്മുടെ ശരീരശാസ്ത്രം. കുറച്ച് പാടുണ്ട് ഇത് പഠിക്കാൻ. കാരണം മറ്റതാ നിങ്ങളുടെ സംസ്കാരത്തിൽ കിടക്കുന്നത്. അപഗ്രഥനാത്മകമായ ബുദ്ധി ഇല്ലാതെ അവിടെ ചോദിക്കാൻ പറ്റില്ല. ചോദിച്ചാൽ ഔട്ടാ. ചക്രവിദ്യ പഠിച്ചു കഴിഞ്ഞാൽ സർവ്വവിദ്യയും പഠിച്ചു എന്നാ പഴമക്കാരുടെ നിയമം. ചക്രവിദ്യയെ ഉപാസിച്ചാൽ അറിവിലെത്തി എന്നാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് കൃത്യമായ ലൈനിൽ കൂടെ പോവുക കുറച്ച് ക്ലിഷ്ടമാണ്. വായുവിൻ്റെയും അഗ്നിയുടെയും ആഘാതത്താൽ സർപ്പരൂപിണിയായ കുണ്ടലിനി ശക്തി നിദ്രയിൽ നിന്നുണർന്നതായിത്തീരും. അതുവരെ ഉറങ്ങിക്കിടക്കും. അതിലൊരു വെട്ടലുണ്ടാകുമ്പോഴാണ് ഈ ലോകത്തിലെ എല്ലാ അറിവും ഉണ്ടാകുന്നത്. എല്ലാ അറിവും ഉണ്ടാവില്ല. ബാഹ്യവും ആഭ്യന്തരവും എല്ലാമായ അറിവ് മുഴുവൻ അവിടുന്നാണ്. ഇപ്പൊ പറഞ്ഞ പോലെ ബുധദ്വാരത്തെ അടച്ചു പിടിച്ച് വായുവിനെ ഊർധ്വഗമാക്കി ചെയ്ത് കുംഭകത്തിൽ ശ്രദ്ധ വെച്ചുകൊണ്ടിരിക്കുക. എടുത്ത ശ്വാസത്തിൽ ശ്രദ്ധ വച്ചിരിക്കുക. വായുവിൻ്റെ ആഘാതം ഉണ്ടാവും. അപ്പം നമ്മൾ കുംഭിച്ച വായു ഉണ്ടല്ലോ, അകത്ത് പിടിച്ച പ്രാണൻ, അതവിടെ തട്ടും. അഗ്നിയിൽ അത് തട്ടുമ്പോൾ അഗ്നി ജ്വലിക്കും. സാധാരണ വിറക് കത്തുന്ന പോലെ അടുപ്പിലേക്ക് വായു കിട്ടിയാൽ ഒരു പരി വിറക് കത്തിക്കയറുന്ന പോലെ, ഒരു പരി തീ വിറകായിട്ട് വിറക് കത്തിക്കയറുന്ന പോലെ അകത്തുള്ള അഗ്നി ജ്വലിക്കും. ആ അഗ്നിയും വായുവും ആഘാതം വരുമ്പോൾ ഉറങ്ങിക്കിടന്ന അതിൻ്റെ ചൂട് തട്ടുമ്പോൾ ഉറങ്ങിക്കിടന്ന കുണ്ടലിനി ശക്തി, സർപ്പരൂപിയായ കുണ്ടലിനി ശക്തി നിദ്രയിൽ നിന്ന് ഉണരും. ഉണർന്നതിനു ശേഷം ആ കുണ്ടലിനി രുദ്രഗ്രന്ഥിയെ ഭേദിക്കും. അതാണ് ആദ്യത്തെ പണി. രുദ്രഗ്രന്ഥി വിഭേദിനി, അതിനെ ഭേദിക്കും. അവിടെ നിന്നും പിന്നെ വിഷ്ണുഗ്രന്ഥിയെ ഭേദിക്കും. സ്ഥിതിഗ്രന്ഥികളാണ് സംഹാരഗ്രന്ഥികൾ, സ്ഥിതിഗ്രന്ഥികൾ. അനന്തരം ബ്രഹ്മഗ്രന്ഥിയെ ഭേദിച്ച് 6 ആധാര കമലങ്ങളെയും ഭേദിക്കും. എല്ലാ കമലങ്ങളെയും 6 ആധാര കമലങ്ങളാണുള്ളത്, അവയെ ഭേദിക്കും. അതിനുശേഷം ആ കുണ്ടലിനി ശക്തി പരമശിവനോട് ചേർന്ന് മോദിക്കും. മോളിൽ സഹസ്രാരത്തിൽ പടിപടിയായിട്ട് കയറിയിട്ട് ആ മോദിക്കുന്ന സമയത്താണ് ആന്തരികമായ ആത്മരതി അനുഭവിക്കുന്നത്. ആ രതി ഒരിക്കൽ അനുഭവിച്ചാൽ പിന്നെ ഒന്നും രഥമല്ല. ഒറ്റയടിക്കും കിട്ടാം, പതുക്കെ പതുക്കെയും കിട്ടാം. ഇറ്റ് ഡിപ്പെൻസ്. സാധകന്റെ കഴിവ് പോലെ. ഇതെല്ലാം സമയാചാരത്തിൽ മാത്രം. കൗളത്തിൽ സംഗതി വേറെ. ആ അവസ്ഥയാകുന്നു പരമോത്കൃഷ്ടമായിട്ടുള്ളത് എന്നറിയുക എന്നാണ് ആ ശ്ലോകം പറഞ്ഞത്. ഏറ്റവും ഉത്കൃഷ്ടമായ അവസ്ഥ ഇതാണ്. അത് തന്നെയാണ് നിർവൃതി, മോക്ഷം. വേറെ മോക്ഷമില്ല. ഇതാണ് സനാതനികളുടെ ജീവിതചക്രം. നിങ്ങൾ നടന്നോ ഇരുന്നോ കിടന്നോ എങ്ങനെയായാലും കുഴപ്പമില്ല. നിങ്ങളുടെ ശരീരത്തിനകത്ത് ഈ ചക്രങ്ങളെ സങ്കല്പിച്ച് സങ്കല്പം കൊണ്ട് മാത്രം, ഇതിന് കൈ വേണ്ട, കാല് വേണ്ട, മുദ്ര വേണ്ട, മൈഥുനം വേണ്ട, ഒന്നും വേണ്ട. അതിരിക്കാൻ പറഞ്ഞത് ഒരു ഏകാഗ്രത കിട്ടാനാണ്. ആ വായു കുണ്ടലിനിയെ തട്ടിക്കാൻ വേണ്ടിയാണ് ഇത്. കൃത്യമായി ആദ്യം സാധകൻ സാധന ചെയ്യാൻ പത്മാസനത്തിലിരുന്ന് ആ ബുധദ്വാരത്തെ ബന്ധിച്ച് കുംഭകം കൊണ്ട് അഗ്നിയെ ജ്വലിപ്പിച്ച് കുണ്ടലിനിയെ വരുത്താം. പിന്നെ ഭാവന മാത്രമേ വേണ്ടൂ. ഇത് കയ്യിൽ കിട്ടിയാൽ കച്ചവടത്തിനൊന്നും പോകില്ല. ഇതിൻ്റെ അരികും മൂലയൊക്കെ കിട്ടിയാൽ ഒരുപാട് കച്ചവടം ചെയ്യാൻ പറ്റും. നിങ്ങളുടെ മനസ്സിൽ
സൃഷ്ടങ്ങളാകുന്ന ജഗത്തുകളും നിങ്ങളുടെ മനസ്സുകളിൽ മറയുന്ന ജഗത്തുകളും നിങ്ങളുടെ മനസ്സിൽ നിലനിൽക്കുന്ന ജഗത്തുകളുമായവ ഈ ഗ്രന്ഥികൾ കൊണ്ടുണ്ടാകുന്നതാണ്. അവയെ നിങ്ങൾ അതിക്രമിക്കുന്നുവെന്ന് സാരം. സനാതനധർമ്മം എന്ന് പറഞ്ഞാൽ ഇന്ന് നിലനിൽക്കുന്ന ആളുകൾക്ക് അനുഷ്ഠിക്കാൻ പറ്റാത്തതാണ് എങ്കിൽ അതിനെ അവരുടെ നിലയിൽ സനാതനമല്ല. മനസ്സിലായി? അനുഷ്ഠിക്കാൻ എളുപ്പവും അനുഭൂതി സമ്പന്നവുമാണെങ്കിൽ അത് സനാതനം തന്നെയാണ്. അത് ആരെങ്കിലും ഇന്നും എന്നും അനുഷ്ഠിക്കുന്നുണ്ടെങ്കിൽ സനാതനമാണ്. അവർക്ക് ഈ ലൗകിക പ്രശ്നങ്ങളൊന്നും പ്രശ്നങ്ങളാകുന്നില്ല. അനുഭവത്തെ മറ്റൊരാൾ പറഞ്ഞു തരുന്നത് കേൾക്കുമ്പോൾ അനുഷ്ഠാനം, മറ്റൊരാൾ പറഞ്ഞു തരുന്നത് കേൾക്കുമ്പോൾ അനുഷ്ഠാനം. വത്സൻ നാരങ്ങയുടെ രുചി അനുഭവിച്ചുവെന്ന് എന്നോട് പറഞ്ഞു തരുമ്പോൾ എനിക്കതൊരു അനുഷ്ഠാനം മാത്രമാണ്. വത്സൻ നാരങ്ങ തിന്നു, അത് നാവിലെത്തി, അതിന് പുളിയുണ്ടായിരുന്നു എന്ന് പറഞ്ഞു തരുമ്പോൾ എനിക്കതൊരു അനുഷ്ഠാനമാണ്. മനസ്സിലായില്ല? വത്സനത് അനുഭവവും. ലോകത്തെ എല്ലാം അങ്ങനെയാണ്. ഭാഷ ഒരാൾക്ക് മറ്റൊരാളോട് പറഞ്ഞു കൊടുക്കാൻ പറ്റുമ്പോൾ മറ്റേ കേൾവിക്കാരൻ ആ അനുഭവത്തിലേക്ക് ഭാഷ കൊണ്ട് ഉടനെ എത്തണം എന്നില്ല. മനസ്സിലായില്ല? അതിന് പോയി പണിത് നോക്കണം. നിങ്ങൾ പഠിക്കുന്ന ശാസ്ത്രത്തിൽ അവിടെ ചെന്ന് തൂമ്പ എടുത്ത് കുഴിച്ച് താഴെ ചെല്ലുമ്പോൾ ഒരു മാങ്ങ കിട്ടുമെന്ന് പറഞ്ഞാൽ പറയുമ്പോൾ അത് കവിതയാ. അവിടെ ചെന്ന് കുഴിച്ച് കിട്ടിയില്ലെങ്കിൽ ഇല്ലാത്തതുമാണ്, കിട്ടിയാൽ നിങ്ങൾക്ക് അനുഭവമാണ്. ഇതിന് പണിയെടുക്കാൻ പറ്റാതെ ഇത് അനുഭവത്തിൽ കിട്ടണം എന്നത് നിങ്ങളുടെ ഭൗതിക നിയമങ്ങളിൽ പോലും ഒരിടത്തും ഉള്ളതല്ല. മനസ്സുകൊണ്ട് ചിന്തിച്ചാൽ മതി. പണിയെടുക്കുക എന്ന് പറഞ്ഞാൽ ചിന്തിച്ചാൽ മതി, മാത്രം മതി. ഒരു വസ്തു വേറെ വാങ്ങിക്കണ്ട. വാങ്ങിക്കാൻ ഇതിനകത്ത് പറഞ്ഞില്ല. 10 പൈസയുടെ സാധനം വാങ്ങിക്കരുത്. അതതിൻ്റെ ക്ലിപ്തമായ സ്ഥലത്ത് വീഴാതിരിക്കുന്നതുകൊണ്ടാണ് മാറ്റം വരുന്നത്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളൊരു സാധനം വാങ്ങിക്കുന്നു അതിൻ്റെ കൂടെ, എന്നിട്ട് സങ്കല്പിക്കുന്ന സമയത്ത് അത് ശരിയാകുന്നു. പിന്നെ അതിൻ്റെ വേറൊരു മൂലയിൽ സങ്കല്പിക്കുന്നു, അപ്പോൾ വേറൊന്നാകുന്നു. ഏത് ദ്രവ്യം ഉപയോഗിച്ച് നിങ്ങൾ സങ്കല്പം കൊണ്ടുപോയാലും സങ്കല്പം ദ്രവ്യത്തിൽ അധിഷ്ഠിതമായി വരുന്ന സോപാധിക സങ്കല്പമാണ്. സോപാധിക സങ്കല്പങ്ങൾക്ക് ഉപാധിയുടെ രൂപം മാറുന്നതനുസരിച്ച് സങ്കല്പം മാറും. നിരുപാധിക സങ്കല്പം ഉണ്ടാകണമെങ്കിൽ ഉപാധികളില്ലാത്ത ഒരവസ്ഥ വേണം. അതുകൊണ്ടിത് സനാതനം. ഈ വസ്തുവിനെ അവലംബിച്ച് സങ്കല്പിക്കുമ്പോൾ ഇതിലേമാണ് ആദ്യം കണ്ടത് സങ്കല്പത്തിലെങ്കിൽ, അപ്പോൾ അതിലാണ് ഏകാഗ്രമായി സങ്കല്പം ഉറച്ചതെങ്കിൽ, ഒരു 3-4 ദിവസത്തെ സാധന കഴിയുമ്പോൾ ആ നീലയിൽ നിങ്ങൾക്കുള്ളതായ താല്പര്യം ആവർത്തന സ്വഭാവം കൊണ്ട് മടുക്കുകയും ചുവപ്പിലേക്ക് മാറുകയും ചെയ്യുമ്പോൾ, ചുവപ്പ് എന്നതിലേക്ക് മാറുമ്പോൾ ഇത് സനാതനമല്ലാതാകുന്നു. ഉപാധിയുടെ പരിച്ഛിന്നത, ഉപാധിയെ ഉപാസിക്കുന്നവന്റെ ഉപാസനാ പരിച്ഛിന്നതയിൽ പെടുമ്പോൾ നിങ്ങളുടെ രാഷ്ട്രീയവും സാമൂഹ്യവും മതപരവും ജാതീയവുമായ എല്ലാ ഉപാസനകളും സ്വാഭാധികമാകയാൽ പരിമിതമാകുന്നു. ആ പച്ച ഇവിടെ ഇല്ല. കാരണം നിങ്ങൾ ഉപാധിയിലല്ല സങ്കല്പിക്കുന്നത്, നിങ്ങൾക്കുള്ളതായ ശരീരത്തിലാണ് സങ്കല്പിക്കുന്നത്, അതിലുള്ള പ്രാണനിലാണ് സങ്കല്പിക്കുന്നത്. പ്രാണൻ ഉപാധിയല്ല. ഞാൻ ഇതിൻ്റെ വഴി മാത്രമാണ് പറഞ്ഞിരുന്നത്. കൂടെ ഒരാൾ പറഞ്ഞു തന്നാലാണോ പറ്റുക, കൂടെ ഒരാൾ പറഞ്ഞു തരാനില്ല നിങ്ങൾ ഒറ്റയ്ക്ക് പോയാലാണോ പറ്റുക? ഓൾ ഇറ്റ് ഡിപ്പെൻസ്. അങ്ങനൊരു തലം നിങ്ങൾക്കുണ്ടെങ്കിൽ ഇപ്പം പറഞ്ഞു തരുന്നത് കറക്റ്റാണെന്ന് വിചാരിച്ചുകൊണ്ട് ചെയ്ത് നോക്കിയാലും മതി. അത്രേ എനിക്ക് ഉത്തരം പറയാൻ പറ്റും. പിന്നെയും പച്ചയെ കിടക്കരുത്. പച്ചയും മഞ്ഞയൊന്നും ഇല്ലാത്തതിനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് ശങ്കയുണ്ടോയെന്നാണോ നിങ്ങൾ പരീക്ഷിക്കുന്നത് എങ്കിൽ ഞാൻ ആദ്യം തന്നെ പറയാം, ഇതിൽ ശങ്കയില്ല. നിങ്ങൾക്ക് ശങ്ക വരുത്താൻ ഞാൻ അല്പം പോലും ആഗ്രഹിക്കുന്നുമില്ല. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായി മറ്റുള്ളവർക്കൊരല്പം ശങ്ക വരുത്തണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചാലും ഞാൻ താല്പര്യമുള്ളവരല്ല. അതുകൊണ്ട് വളരെ ഋജുവായിട്ട് അവരെഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് നിർവൃതി എന്ന് പറയുന്നത് അവർ ഈ അനുഭവത്തെയാണ് പറയുന്നത്. തലവക ബ്രാഹ്മണത്തിൽ ശ്രുതിയാണത്, സ്മൃതിയല്ല.
വേദമാണ്. തലവക ബ്രഹ്മണത്തിൽ ദേവിയുടെ ചരണാംബുജ സുധാസാര രസങ്ങളാൽ, അവിടെ ദേവി എന്ന് പറഞ്ഞാൽ ദിവ്, പ്രകാശം എന്നേ അർത്ഥമുള്ളൂ. അല്ല നിങ്ങൾ കാണുന്ന രൂപങ്ങളൊക്കെ കണ്ടു ശീലിച്ചുകൊണ്ട് എന്നെ വിചാരിക്കരുത്. നിങ്ങളുടെ അകത്തെ ബോധം ആ സുധാധാരാസാരങ്ങളാൽ പ്രപഞ്ചസേചനത്തെ മനോമോഹനമായ പദങ്ങളാൽ പ്രതിപാദിച്ചിട്ടുണ്ട്. വായിച്ച് മനസ്സിലാക്കാൻ. അതുകൊണ്ട് സൗദസത്യത്തിന് അടിസ്ഥാനമാണ് ഇത്. ശ്രുതിയും ഇതിനോട് യോജിക്കുന്നു. വീണ്ടും പറയുന്നു തലവക ബ്രാഹ്മണം, ലോകസ്യദ്വാരമർച്ചിമത് പവിത്രം ജ്യോതിഷ്മത് ഭ്രാജമാനം മഹസ്വത് അമൃതസ്യ ധാരാം ബഹുധാ ദോഹമാനം ശരണം നോ ലോകേ സുധിതാൻ ദധാതു. തന്റെ നിവാസസ്ഥാനത്തിൻ്റെയോ സായുജ്യത്തിൻ്റെയോ സാഷ്ട്യാദിമുക്തിയുടെയോ ബ്രഹ്മലോകം തുടങ്ങിയ ലോകങ്ങളുടെയോ കവാടം, പ്രാപ്യസ്ഥാനം, എത്തേണ്ട സ്ഥലം, അർച്ചിസുകൾ, കിരണങ്ങളുള്ളത്, പവിത്രം, സ്വയം പവിത്രവും അന്യവസ്തുക്കളുടെ ശുദ്ധിക്ക് കാരണവും ആകുന്നു. പുറത്തുള്ളതിനെയൊക്കെ ശുദ്ധീകരിക്കുന്നത് ഈ ബോധമൊന്നാണ്. എങ്ങനെയാ കാണുന്നവരെണ്ണം നല്ലതാണെന്ന് നമുക്ക് തോന്നുന്നത്? നമ്മുടെ നന്മ കൊണ്ടാണ്. മനസ്സിലായില്ല? അതിൻ്റെ നന്മ കൊണ്ടല്ല. അപ്പോൾ അതിനെ ശുദ്ധമാക്കുവാൻ കൂടി പര്യാപ്തമായ ബോധത്തെ ശുദ്ധീകരിക്കുന്നതാണ് ഈ ബോധം. അത്രയ്ക്ക് ആത്മനിഷ്ഠമായിട്ടാണ് ഇത് പോകുന്നത്. അതാ പഴയ ആളുകൾ പഠിച്ചത്. അതുകൊണ്ടാണ് പഴയ ആളുകൾ ഒരു ചായക്കടയിൽ ചെന്നാൽ പോലും പുട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ അവിടെ നിൽക്കുന്ന ചായക്കടയിൽ എടുത്തു കൊടുക്കുന്നവന് പോലും വിവരമുണ്ട്. നിങ്ങൾ ചോദിക്കുമ്പോൾ അവിടെ പുട്ടുണ്ടാക്കി വെച്ചിട്ടില്ലെങ്കിലും അവൻ പുട്ടില്ല എന്ന് പറയല. അവൻ നിങ്ങളോട് പറയും ഇഡലിയുണ്ട്. പുട്ടുണ്ടോന്ന്, ദോശയുണ്ടെന്ന് പറഞ്ഞില്ലേ? എടോ പുട്ടുണ്ടോന്നാ ചോദിച്ചത്. എടോ അപ്പമുണ്ട്. മനസ്സിലായില്ല? നെഗറ്റീവില്ല. അവസാനം നിങ്ങൾ ചോദിച്ചാൽ പറയും ഇറങ്ങടാ പുറത്ത്. രാവിലെ ഓരോരുത്തന്മാരും കുത്തിപ്പിടിച്ചിറങ്ങിയിരിക്കുന്നു ഇല്ലാവചനം പറയിപ്പിക്കാൻ. ആ ഉണ്മയെ മാത്രമേ അവർ അംഗീകരിക്കുകയുള്ളൂ. നമ്മളിത് പഠിക്കാൻ പോയാൽ പോലും ഏതെങ്കിലും സ്ഥലത്ത് എത്തിപ്പെട്ട് കഴിഞ്ഞാൽ ഇർണാത്മകമായതാണ് നമ്മുടെ ഇതുവരെയുള്ള പഠിപ്പിൽ കിടക്കുന്നതെന്നുള്ളത് കൊണ്ട് അവിടെ കുത്താനാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നത്. ധനാത്മക ചോദനയിൽ മാത്രമാണ് അവർ പോവുക. ഏത് സ്ഥലത്ത് നിങ്ങൾ എന്നുള്ളൂ. പഴയ തലത്തിൽ ഇത് പഠിച്ചിട്ടുള്ളവരുടെ അവരോട് ചോദ്യം ചോദിച്ച് രക്ഷപ്പെടാൻ പറ്റില്ല. നിങ്ങളുടെ സങ്കല്പം പോലും തെറ്റാണെന്ന് അവർ പറയില്ല. അവരവരുടെ സങ്കല്പം പറയും. അത്ര ഋജുവായിരിക്കും. ഇനി അച്ഛന്, അമ്മ, അപ്പൂപ്പൻ മുതലായവർ ഈ വഴി പോയവരുണ്ടെങ്കിൽ ഒന്ന് പരീക്ഷിച്ചു. കൃത്യമായിട്ടറിയും. അതിൽ സംഭവിക്കുന്നത് 72,000 പ്രതിശാഖാനാഡികളും 101 നാഡികളും 100 വീതം ശാഖാനാഡികളും 100 ഗുണം 101 ഗുണം 72,000. ഹൃത്പത്മത്തിൽ നിന്ന് 101 നാഡികളാണ്. അതിനെല്ലാത്തിനും 100 വീതം ശാഖാനാഡികളാണ്. അതിനെല്ലാത്തിനും 72,000 വീതം പ്രതിശാഖാനാഡികളാണ്. അവയിലൂടെ ആ നാഡീമാർഗങ്ങളിൽ വർഷിക്കുന്നത് തൻ്റെ പാദക്ഷാളനത്താൽ പവിത്രീകൃതങ്ങളും ചന്ദ്രമണ്ഡല സ്ഥിതങ്ങളുമായിരിക്കുന്ന അമൃതധാരാ പ്രവാഹങ്ങളെ വർഷിച്ചാണ്. പുറത്തെ ചന്ദ്രനല്ല, അകത്തെ ചന്ദ്രൻ, അകത്തെ സൂര്യൻ, അകത്തെ അഗ്നി. സോമ സൂര്യാനലഹ. അതിനെ വെച്ചാണ് വൈദ്യശാസ്ത്രവും, അതിനെ വെച്ചാണ് കുടുംബവും, അതിനെ വെച്ചാണ് ജീവിതവും അവർ ഏകീഭവിപ്പിച്ചത്. അതാണ് വിദ്യ അവരെ സംബന്ധിച്ച്. ബാക്കിയല്ല അവിദ്യ. അങ്ങനെ ആ ആചരണം ഉപാസകന്മാരായ ഞങ്ങളെ പ്രപഞ്ചത്തിൽ തൃപ്തരാക്കി, അഥവാ
സഞ്ജാത ബുദ്ധിപ്രകാശകന്മാരായ സുധികളാക്കി പോഷിപ്പിക്കട്ടെ എന്നാ ഇതിൻ്റെ ശ്ലോകത്തിൻ്റെ ഏതാണ്ട് സാരാംശം. അത് എല്ലാ ധാതുക്കളിലൂടെയും, ഇനി അതിന് ധാതുക പാദത്തിൽ, നമ്മുടെ ശരീരത്തിൽ ത്വക്ക്, അസൃങ് രക്തം, അസൃക് രക്തം, മാംസം, മേധസ്, അസ്ഥി, ഇത്രയും ധാതുക്കൾ എത്ര എണ്ണമായി? 5 എണ്ണം. അവ ശക്തി ധാതുക്കളാണ്, ശക്തി രൂപങ്ങളാണ്. മജ്ജ, ശുക്ലം, പ്രാണൻ, ജീവൻ എത്ര എണ്ണമായി? 4 എണ്ണം. അവ ശൈവധാതുക്കളാണ്. ശക്തിമയങ്ങളും ശിവമയങ്ങളുമായ നവധാതുക്കളോടുകൂടിയ ദേഹം നവയോനികളിൽ നിന്നുണ്ടായതാണ്. 9 യോനികളിൽ നിന്ന് അവയുണ്ടാകുന്നത്. 10ാമത്തെ യോനി അധീശ്വരിയായ പരാശക്തി ബോധം. അതാണ് ബൈന്ദവ സ്ഥാനം. ചിന്ത നിങ്ങൾക്ക് വഴിമാറിപ്പോകില്ലെങ്കിൽ ബിന്ദു എല്ലാം വന്ന് ലയിക്കുന്നത് ബൈന്ദവ സ്ഥാനം, ബിന്ദു സ്ഥാനം. ലളിതാ സഹസ്രനാമമൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഈ പദങ്ങളൊക്കെ പരിചിതമായിരിക്കും. പരിചിതമാകുന്നേ ഉള്ളൂ, കാണാ പഠിച്ച് അർത്ഥമൊന്നും മനസ്സിലായിക്കൊള്ളണമെന്നില്ല. പക്ഷെ പദങ്ങൾ പരിചിതങ്ങളായിരിക്കും. മനസ്സിലായില്ലേ? ബിന്ദു, തർപ്പണ, സംയുക്ത കേട്ടിട്ടുണ്ടാവും. അപ്പൊ അത് സ്രോഗ അസൃങ് മാംസമേധോസ്തി ധാതവ ശക്തിമൂലകാഹ. ശാക്തേയങ്ങളാണ് ഈ 5 എണ്ണം. മജ്ജാശുക്ല പ്രാണ ജീവധാതവ ശിവമൂലകാഹ. അവ ശൈവങ്ങളാണ്. നവധാതുരയം ദേഹോ നവയോനി സമുദ്ഭവ. ഇവയെല്ലാം നവയോനിയിൽ നിന്ന് ഉത്ഭവിച്ചതാണ്. ദശമീ യോനിരേകൈവ പരാശക്തിസ്തീശ്വരി. അതിനെ തൻ്റെ ഉള്ളിൽ കാണുന്നവനാണ് സനാതനി. ആ പരാശക്തിയെ ത്വക്ക്, രക്തം, മാംസം, മേധസ്, അസ്ഥി ഇവ 5ഉം ശക്തി സ്വരൂപങ്ങളാകുന്നു. മജ്ജാശുക്ലം, പ്രാണൻ, ജീവൻ ഇവ ശിവമയങ്ങളാകുന്നു. നവധാതുക്കളോടുകൂടിയ ദേഹം നവയോനിയിൽ നിന്നുണ്ടായതാകുന്നു. 10ാമത്തെ യോനി അധീശ്വരിയായ പരാശക്തിയാകുന്നു. ഇത് തന്നെ ബൈന്ദവസ്ഥാനം. ഇത് പുറത്തല്ല. ഏവം പിണ്ഡാണ്ഡ സമുത്പന്നം തദ്വത് ബ്രഹ്മാണ്ഡ സമുദ്ഭവൗ പഞ്ചഭൂതാനി ശക്താനി മായാദീനി ശിവസ്യതു മായാച ശുദ്ധവിദ്യാച മഹേശ്വര സദാശിവൗ പഞ്ചവിംശതി തത്വാനി തത്രൈവാന്തർഭവന്തികേ. ഇങ്ങനെ ദേഹരൂപമായ പിണ്ഡാണ്ഡം ഉണ്ടായി. ഈ പിണ്ഡാണ്ഡത്തിൻ്റെ അറിവ് ആദ്യം വേണം. എൻ്റെ ദേഹം പിണ്ഡാണ്ഡം, അതുപോലെ ബ്രഹ്മാണ്ഡവും പ്രകാശിച്ചു. എങ്ങനെയോ പിണ്ഡാണ്ഡം, അങ്ങനെ ബ്രഹ്മാണ്ഡം. ആ ബ്രഹ്മാണ്ഡത്തിൽ പഞ്ചഭൂത സംബന്ധങ്ങളായവയെല്ലാം ശാക്തങ്ങളും, എന്തെല്ലാം പഞ്ചഭൂത സംബന്ധമായുണ്ടോ അവ ശാക്തങ്ങളും, മായ, ശുദ്ധവിദ്യ, മഹേശ്വരൻ, സദാശിവൻ ഇവ 4ഉം ശൈവങ്ങളുമാകുന്നു. മായ, ശുദ്ധവിദ്യ, മഹേശ്വരൻ, സദാശിവൻ. ശാക്തങ്ങൾ പഠിക്കാൻ എളുപ്പമാണ്, പഞ്ചഭൂത സംഹിതങ്ങളാണ്. ഭാവനാലോകങ്ങളിൽ കിടക്കുന്ന ഇവ പഠിക്കാൻ പ്രയാസവുമാണ്. അവ ശൈവങ്ങളുമാകും. പഞ്ചഭൂത സംബന്ധികൾ 5 ജ്ഞാനേന്ദ്രിയങ്ങൾ, 5 കർമ്മേന്ദ്രിയങ്ങൾ, മനസ്സ്, ശബ്ദാദി
പഞ്ചതന്മാത്രകൾ, പൃഥിവിയാദി 5 സ്ഥൂലഭൂതങ്ങൾ, ഇങ്ങനെ 21 തത്വങ്ങളും 4 ശിവതത്വങ്ങളും ചേർന്ന് 25 തത്വങ്ങളാവുള്ളത്. ആ 25 തത്വങ്ങളെ ചേർത്ത് അവ ചേർന്നതാണ് ശിവശക്തിയാത്മകം വിദ്ധി ജഗതേതദചരാചരം. ചരവും അചരവുമായി എന്തെല്ലാമുണ്ടോ അതെല്ലാം. അപ്പോൾ ഈ ചരാചരാത്മകമായ പ്രപഞ്ചമെന്നത് 25 തത്വങ്ങളോട് കൂടിയതാണ്. എന്നാൽ മറ്റു ചില സംഹിതകളിൽ ഈ എണ്ണത്തിന് മാറ്റമുണ്ട്. അത് നിങ്ങൾ ഹരിനാമകീർത്തനത്തിലൊക്കെ കണ്ടിട്ടുണ്ടാവും. 5 5 മുടൻ, 5 8 മുടൻ എന്നൊക്കെ കണ്ടിട്ടുണ്ടാവും. കാരണം വായവ്യ സംഹിതയിൽ 51 തത്വം പറയും, വേറെ ചിലയിടത്ത് 36 തത്വം പറയും, വേറെ ചിലയിടത്ത് 108 തത്വം പറയും. അതെല്ലാം ഈ 25 എണ്ണത്തിൽ ഉൾപ്പെടും. 21 4 25 എണ്ണത്തിൽ ഉൾപ്പെടും. അതുകൊണ്ടാണ് ഞാനത് 25 എന്ന് പറഞ്ഞത്. അപ്പം ഇതിലാണ് പ്രപഞ്ചോൽപത്തി. ഈ തത്വങ്ങളിൽ നിന്നാണ് ഇതിൻ്റെ ഉൽപ്പത്തി മുഴുവൻ. അതുകൊണ്ട് ആരൊരുവൻ ഇതിനെ തിരിച്ചറിയുന്നു, പ്രപഞ്ചത്തെ, ബ്രഹ്മാണ്ടത്തെ അറിയുന്നു. അങ്ങനെ പിണ്ടാണ്ടത്തെയും ബ്രഹ്മാണ്ടത്തെയും തിരിച്ചറിയാനുള്ള അറിവാണ് ധർമ്മം. അതെന്നും ഇവിടെ ഉണ്ടാവും. അതല്ലാതെ ഏതെങ്കിലും ആചാരമോ അനുഷ്ഠാനമോ അല്ല. പരാശക്തിരഹിത ശക്തകർത്തും ന കിഞ്ചന ശക്തസ്യത് പരമേശാനി ശക്തിയായുക്തോ ഭവേദ്യതി എന്ന് ഭംഗിയായിട്ട് പറയുകയും ചെയ്യും. ശക്തിയില്ലെങ്കിൽ ശിവനും അശക്തനായിത്തീരുമെന്ന് പറയും. അല്ലയോ പരമേശ്വരി, അദ്ദേഹം ശക്തിയോട് യുക്തനായി, എന്നാൽ മാത്രമേ പ്രപഞ്ച സൃഷ്ടി നടത്തുന്നുള്ളൂ. അവിടെയെല്ലാം നമ്മൾ ചെന്നെത്തുക ചക്രപൂജാരതിയിലാണ്. അത് രുദ്രയാമളത്തിൽ പറയുന്നുമുണ്ട്. തന്ത്രമാണ്. പ്രശ്നയോ മുനയ സർവേ, പ്രശ്നയോ നാമ മുനയ സർവേ ചക്രസമാശ്രയാ സേവമാനശ്ചക്രവിദ്യാം ദേവഗന്ധർവ പൂജിതാം. പ്രശ്നികൾ എന്നു പേരായ മഹർഷിമാർ എല്ലാവരും ശ്രീചക്രത്തെ ആശ്രയിച്ചിരുന്നവരും ദേവഗന്ധർവാദികളാൽ പൂജിക്കപ്പെട്ടുന്ന ചക്രവിദ്യയെ ഉപാസിക്കുന്നവരും ആകുന്നു. ഇതിന് അരുണോപനിഷത്ത്, അത് പഠിച്ചാൽ മതി. അരുണോപനിഷത്തിൽ ഇതിൻ്റെ വലിപ്പം കാണാം. പൃഥ്വി മൂലാധാരത്തിൽ അവിടെ 56 കിരണങ്ങളെത്തും. ജലതത്വം മണിപൂരകത്തിൽ അവിടെ 52 കിരണങ്ങളെത്തും. സൂര്യൻ്റെ രവികിരണങ്ങൾ. ഹൃദയാകാശത്തിൽ നിന്ന് 56ഉം 52ഉം ചേർന്ന് 108 കിരണങ്ങളാണ് സൂര്യകിരണങ്ങൾ. അതിൽ എണ്ണം കുറയുന്നതനുസരിച്ച് നിങ്ങളുടെ ബോധത്തിന്, നിങ്ങളുടെ പെരുമാറ്റ വിശേഷത്തിന്, നിങ്ങളുടെ നിറത്തിന് ഒക്കെ മാറ്റം വരും. അകത്തെ സൂര്യൻ, ദഹരാകാശത്തിലെ സൂര്യൻ, അതെല്ലാം ശാരീരികമായി അവർ പറയും. സങ്കല്പമല്ല, സങ്കല്പം കൊണ്ട് അറിയുക. 56ഉം 52ഉം കിരണങ്ങൾ മണിപൂരകത്തിലും മൂലാധാരത്തിലുമായെത്തും. അഗ്നിതത്വമായ സ്വാധിഷ്ഠാനത്തിൽ 62 ആഗ്നേയ നാവുകളെത്തും, അഗ്നിയുടെ നാവുകൾ. വായു തത്വാത്മകമായ അനാഹതത്തിൽ
54 അഗ്നിനാമ്പുകളെത്തും. ആകാശതത്വമായ വിശുദ്ധി ചക്രത്തിൽ 72 ചന്ദ്രക്കലകളെത്തും. അതുപോലെ തന്നെ മനസ്തത്വരൂപമായ ആജ്ഞാചക്രത്തിൽ വായുതത്വം വിശുദ്ധി, മനസ്തത്വം ആജ്ഞാചക്രം, അവിടെയാ മനസ്സ്, അതായത് ലലാടത്തിനും മസ്തുളങ്കത്തിനുമിടയിൽ. അതാണ് ഭേളൻ ആയുർവേദത്തിലും പറഞ്ഞത്. മനസ്സെവിടെയായിരിക്കുന്നേ? നിങ്ങളിങ്ങനെയാ തൊട്ട് കാണിക്കുക, ശരിയല്ലേ? അല്ലേ? മനസ്സ് തലച്ചോറിലായിരിക്കുക, മസ്തുളങ്കത്തിൽ. മനസ്സിന്റെ ഇരിപ്പിടം അവിടെയാണ്. ഭേളനാണ് ആയുർവേദ ആചാര്യന്മാരിൽ ഇത് പ്രകടമായി പറഞ്ഞിട്ടുള്ളത്, ബാക്കിയുള്ളവരല്ല. തന്ത്രാഗമങ്ങൾ ഇതിനെ ശരിവെക്കുന്നു. മനസ്തത്വമായ ജ്ഞാചക്രത്തിൽ അവിടെ 64 കിരണങ്ങളാ വീഴുന്നത്, ചന്ദ്രകിരണങ്ങൾ. ഈ കിരണങ്ങളുടെ എല്ലാം ഉപരിഭാഗത്തിൽ സഹസ്രദള കമലത്തിലുള്ള ചന്ദ്രമണ്ഡല രൂപബിന്ദുസ്ഥാനമാകുന്ന സുധാസിന്ധു മധ്യത്തിലാണ് ഭഗവതി ഇരിക്കുന്നത്. അതുകൊണ്ട് ഈ വിദ്യയ്ക്ക് ചന്ദ്രകലാവിദ്യ എന്ന് പറയും. അതിന്റെ ബാഹ്യരൂപമാണ് ഇന്ന് മുസ്ലിങ്ങൾ ആരാധിക്കുന്നത്. അതിന്റെ ഹൃദയത്തിൽ നിന്നുള്ള കിരണങ്ങളുടെ ബാഹ്യരൂപമാണ് ക്രിസ്ത്യാനികൾ ആരാധിക്കുന്നത്, സൂര്യനെ. സൺഡേ അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത്. ചന്ദ്രകലയെ നോക്കിയാ മറ്റവരുടെ എല്ലാ ചടങ്ങും. വിദ്യ ഇതിൽ നിന്ന് പോയതാ. നിങ്ങളൊന്നും ആരാധിക്കുന്നുമില്ല. അവർ ബാഹ്യപൂജാരഥന്മാരാണ്, ആന്തരികമല്ല. സൂര്യനാണ് അവരുടെ, സൂര്യനെ ആസ്പദമാക്കിയാണ് അവരുടെ കലണ്ടർ, സൂര്യനെ ആസ്പദമാക്കിയാണ് അവരുടെ ഉപാസന.